എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഓക്കെ എന്തായാലും ഷമീർ അടക്കം പറഞ്ഞാണ് മുനു വിസജം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം. മുനു ഒരിക്കലും കളവറിയില്ല എന്ന് ആൾക്കാർക്ക് അറിയുന്ന കാര്യം. ഷമീർ അടക്കം ഇന്നലത്തെ ലൈവിൽ പറഞ്ഞ കാര്യം മുനു ഒരിക്കലും കളവറിയില്ല എന്ന്. ഓക്കെ മുനു അന്ന് നടന്നെന്താ ആദ്യം മുതലേ പറഞ്ഞു കൊടുക്കാം. കൊറേ സമയം ഉണ്ടോന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് പറഞ്ഞു. കാസ്റ്റിംഗ് വിളിച്ചത് ആദ്യം മമ്മൂനും ആദിലാണ്. അതിൽ ജാസി എന്റെ കാല് പിടിച്ചിട്ട് റോള് തരാന്ന് വെച്ചിട്ട് ഞാൻ കാസ്റ്റിംഗിൽ ഇട്ട് കൊടുത്തത് ആദ്യത്തെ കാര്യമാണ്. ഇവനെല്ലാം സിനിമ കേട്ടിട്ട് കാസ്റ്റിംഗിന് വന്നത് എനിക്കാണ്. എന്നിട്ട് ഞാനാണ് മമ്മൂനും ആദിലും നമ്മളെ ഒറ്റ മിനിറ്റ് ഫോണിലെ ടൈം ഈസ് നോട്ട് ചേഞ്ചിങ്. ഗൈസ് ഡൗ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, ഇത് ഭയങ്കര ലോങ് ആയി പോകും കേട്ടോ. ഡൗ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ഷമീർ അടക്കം ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇത് കുത്തിക്കഴിഞ്ഞാൽ ഫോൺ ഇത് കുത്തിയിട്ട് ഇതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈം 941 എന്നുള്ള ഫോർമാറ്റിലേക്ക് ഫുൾ ടൈം 941 ആയിരിക്കും. ഓക്കെ, ഇത് ഊരിക്കഴിഞ്ഞാൽ 11:55 കേട്ടോ റിയൽ ടൈം കാണിക്കും. ഇത് കുത്തുമ്പോൾ ടൈം മാറേണ്ടതാണല്ലോ, ഇതാ ടൈം മാറി കണ്ടോ 9:41 ആവും. അതങ്ങനെയാണ് ഇതിൻ്റെ ഈ ആപ്പിന്റെ പ്രത്യേകതയാണ്. അത് റിസർച്ച് ചെയ്യും, അതെല്ലാം പോയി ചാറ്റ് ചോദിക്കല്ലേ റിസർച്ച് ചെയ്യും. അല്ലെങ്കിൽ നിന്റെ ഷമീറല്ലേ ഉപയോഗിക്കുന്നുണ്ടോ ഇത്? വെറുതെ എനിക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇവിടെ മനുഷ്യനെ വേഷം തന്ന് കൊല്ലാൻ നോക്കിയ നീ പറ പെട്ടെന്ന്. ജാസിന് എന്നിട്ട് അതിലില്ലാത്ത ജാസി എന്റെ കാല് പിടിച്ചിട്ട് ഞാനാന്ന് കുത്തി കയറ്റിയ പേയ്മെന്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ലാസ്റ്റ് സംസാരിച്ചിട്ട് അയാളെന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കൊടുക്കാന്നവരെ പറഞ്ഞതാണ്. എന്നിട്ട് ജാസി എന്താക്കിയത് ഇവർ അതിൽ കയറ്റി ലാസ്റ്റ് അനക്കിട്ടാണ് പണി വന്നത്. ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ടിന്റെ സമയത്ത് ഇതിന്റെ കാര്യങ്ങൾ മൊത്തം മുന്നിനെ ഏൽപ്പിച്ചിട്ടുണ്ടായത്. ആടെ ഇവരെ കാര്യങ്ങൾ നോക്കാനും ആ പ്രൊഡ്യൂസറും ഇതുവരെയായിട്ടുള്ള ടോക്കും എല്ലാം മുനുവാ. ഓക്കെ, അതിൽ നിന്ന് ആ സിനിമന്റെ ഏതെങ്കിലും ഒരു പൈസ എനക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന? ഒരിക്കലും ഇല്ല. ഏതെങ്കിലും എടാ ഇവരെ പൈസ എടാ എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടാടാ പൈസ വന്നു. ഇവരെന്തെങ്കിലും പൈസ എന്റെ കയ്യിലേക്ക് ഇതുവരെ വന്നായിട്ട് നിങ്ങൾക്ക് അറിയോ? അവർക്ക് ഒരു പ്രൂഫെങ്കിലും കാണിക്കാൻ പറ്റുമോ? എങ്ങനെ മുമ്പും കുറെ കാര്യങ്ങൾക്ക് നീ എന്നല്ല പ്രശ്നങ്ങൾ തീർക്കാൻ കൊടുത്തത്. എത്ര പ്രശ്നങ്ങൾ ഇവരെ അതെല്ലാം അതിലേക്കെല്ലാം ഞാൻ വരുന്നുണ്ട്. വെയിറ്റ് ആക്ക്, അതിൽ സ്കാമിന്റെ കഥകൾ കുറെ വരാണ്ട്. സ്കാമിന്റെ കഥകൾ വരാണ്ട്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോ എന്താ പറയാ വണ്ടി അയച്ച് ഇവരെന്താണെന്നറിയോ പൈസ കൈമ കിട്ടിയാലേ വരൂ, 1.5 ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞു. 1.5 ലക്ഷം റുപ്യ ബ്ലാക്ക് മെയില് പ്രൊഡ്യൂസർ വിളിച്ച് ഭീഷണിപ്പെടുത്താം. 4 ആള് കാണാത്ത പടം ഓടാത്ത പടമായിരിക്കും, അതൊന്നും അനക്കറേണ്ട ആവശ്യമില്ല, എനിക്ക് പൈസ കിട്ടിയാലേ ഞാൻ വരൂ. ഇങ്ങനെ പൈസ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്തിനാ പടം ചെയ്യുന്നു, പൈസ കിട്ടാണ് ഞാൻ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതെല്ലാം എടുക്കട്ടെ. ഇവരെ ഈ നേച്ചറാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ച അതേ സാധനമാണ് അവിടെ സംഭവിച്ചത്. അതായത് ഡ്രഗ് ഉപയോഗിക്കുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. മനസ്സിലായോ? അവിടെ പോയിട്ട് അവിടെ അവര് ഉപയോഗിച്ചിട്ടുണ്ടെന്നെ സംസാരിച്ചാണ്. ഞാൻ കേട്ടെ ജാസിക്ക് അവിടെ പോകുമ്പോ എനിക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞ സിനിമയില് ഇല്ല, ജാസിക്ക് 1 റുപ്യ ഇല്ല. ഇവർക്ക് പൈസ ഇല്ലാണ്ടാണ് ഇവർ അങ്ങോട്ട് വിളിച്ചത്. ഓക്കെ, സിനിമയിൽ അഭിനയിക്കാന്നുള്ള അത്രയും വലിയൊരു ചാൻസ് അവർക്ക് കിട്ടുന്നത്. മനസ്സിലായോ? എന്നിട്ട് അല്ല നിക്ക് ഇവന്മാരിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറ്റി കൊടുത്തിട്ട് സിനിമ പകുതി എടുത്തല്ലോ, ഇനി അവരില്ലാണ്ട് എടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ പ്രൊഡ്യൂസറിനെ ഭീഷണിപ്പെടുത്താം. ഇതെല്ലാം ഞാൻ ഒരു കാര്യം ഇതെല്ലാം പ്രൂഫ്ഡാണ്. നമ്മളൊരു സിനിമ ഇൻഡസ്ട്രി ഒരു ഫുൾ മൂവിന്റെ ക്രൂവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഇതൊന്നും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ സിനിമ സൈറ്റിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നോ എത്ര പ്രൊഡ്യൂസർമാർ, എത്ര പ്രൊഡക്ഷൻ കൺട്രോളർമാർ, എല്ലാവർക്കും അറിയുന്ന കാര്യം ഇവിടെ പറയുന്നത്. ഓക്കെ, റൂമിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അടിയാക്കാൻ അനക്ക് എത്ര തന്തുണ്ടെന്ന് ചോദിച്ചിട്ട് മമ്മു അല്ല എന്തിനാ അടിയായത് അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആടെ അവര് കഞ്ചാവ് ഉപയോഗിച്ചതിന് ഞാൻ ചോദ്യം ചെയ്തതെന്ന് എന്നെ പിടിച്ച് നിനക്ക് എത്ര തന്തുണ്ടെന്നിട്ട് എന്നോട് അടിയാക്കിയത്. എന്നിട്ടോ ആ പ്രശ്നങ്ങൾ മൊത്തം ഇപ്പോ ലാസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് ഇതായത് ഞാനല്ല കൊടുത്തിന് കാസ്റ്റ് ചെയ്തിട്ട് ഞാനാണ് പ്രൊഡ്യൂസറോട് സമാധാനം പറയേണ്ടി വന്നത്. 1.5 ലക്ഷം റുപ്യ കുത്തിപ്പിടിച്ചു വാങ്ങിയതോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവര് എന്തെല്ലാം പ്രശ്നങ്ങൾ ഏടെല്ലാം ഉണ്ടാക്കിയിട്ട് എൻ്റെ കാസറ്റിന് കുറേ കാര്യങ്ങൾ അറിയാം. ഓക്കെ, പക്ഷെ ഓൻ എൻ്റെ കൂടെ നിൽക്കൂല. ഈ ജാസി കുറേ അടുത്ത് പോയി സ്കാം ചെയ്യും. ഈ എൻ്റെ ടീമിലുള്ള ഈ ഗ്യാങ്ങിലുള്ള ആൾക്കാർ സ്കാമേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഓരോ ആൾക്കാർ സ്കാം ചെയ്യുമ്പം ആദ്യം എത്തുക ഈ കമ്പനി. ഇപ്പം ഈ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ടീം, ഇപ്പോൾ ഒരു ഷോപ്പുകാർ ഇപ്പോൾ ജാസിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലോ ഇത് പറയും പ്രൊമോഷൻ ചെയ്യണോ, ചെയ്യാം, പൈസ അയക്കും ആദ്യം, എന്നിട്ട് പ്രൊമോഷൻ ചെയ്യൂല, സ്കാം ചെയ്യും. ഓക്കെ, ഈ സ്കാം ചെയ്യുമ്പോൾ ഇവർ നേരെ പോവുക, ഇവർക്ക് കേസ് കൊടുക്കാൻ ഇതാക്കാനൊന്നും കഴിയില്ല, എല്ലാം ടൈം എടുക്കും. ഇവർ നേരെ പോവുക ഈ ഓൺലൈൻ ഈ എൻ്റെ കാസറ്റ് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് കുറേ ഇങ്ങനത്തെ ഈ ഓൺലൈൻ സാധനങ്ങളുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കും. ഇപ്പൊ ലാസ്റ്റ് വന്നത് എൻ്റെ കാസറ്റാ, അതൊന്നും പുറത്തു വിടൂല കേട്ടോ. ഓന് എൻ്റെ ഭാഗത്ത് നിൽക്കൂല. മനസ്സിലാ? ഓനക്ക് അങ്ങനെ എന്നോടൊരു ഇതുണ്ട്, ദേഷ്യമുണ്ട്, ഒരു കടിയുണ്ട്. മനസ്സിലാ? ഓൻ എന്നെ എങ്ങനെയെങ്കിലും തകർക്കാം, എങ്ങനെയെങ്കിലും ഒരു ഡൗൺഫോൾ ഓൻ അവിടെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ഇതെല്ലാം അയച്ചു, നിന്റെ എന്നെ തീർക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഓൻ വിചാരിച്ച് ഇത് ഇന്നലെ അത് വന്നപ്പോഴേക്കും ഞാൻ അങ്ങ് തീർന്നു പോയി. വേറെ ഒരാളും കൂടി ഇതിൽ എൻ്റർ ആകുന്നുണ്ട് കേട്ടോ. എല്ലാം വേറെ കാര്യം കുറച്ച് ഞാൻ പറഞ്ഞുതരാം.
അതിൽ വേറെ പാസ്റ്റ് നിന്ന് ഒരാളെല്ലാം എൻ്റർ ആകുന്നുണ്ട്, പുതിയ സ്റ്റോറീസ്, പുതിയ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ്, എല്ലാവരും ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ കേസറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനത്തെ കുറേ സ്കാം കേസുകൾ പോകും. ജാസീൻ്റെതായാലും ബാക്കി പേരൊന്നും പറയുന്നില്ല, ഓരോരാൾക്കാരത്. ഓക്കെ, സ്കാം കേസുകൾ പോകും. ഇത് സെറ്റിൽ ചെയ്യുന്ന ആരാ? ഞാൻ. എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ പൈസ എടുത്ത് കൊടുക്കുന്നത്. ഇവർ പൈസ വാങ്ങിയിട്ട് പ്രൊമോഷൻ ചെയ്യാണ്ട് പറ്റിക്കും. ഓക്കെ, എൻ്റെ റെപ്യൂട്ടേഷൻ പോകാണ്ടിരിക്കാൻ, എൻ്റെ ഗ്യാങ് ഞാൻ അത്രയും ആഗ്രഹിച്ചുണ്ടാക്കിയെടുത്ത ഗ്യാങ്ങിൻ്റെ വില പോകാണ്ടിരിക്കാൻ ഞാൻ ഈ പൈസ കൊടുക്കും. മനസ്സിലാവും? എല്ലാത്തിനുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ എന്തായാലും ഇവന്മാരെ അടുത്ത ഇതിൻ്റെ കൺവിൻസിങ്ങും എന്താണെന്ന് വെച്ചാൽ മിക്കവാറും അങ്ങനെ ആയിരിക്കും പറയാം. വീഡിയോ ഓഡിയോ ഞാൻ പറയുന്നത് ഞാൻ സംസാരിക്കുന്ന സ്ക്രിപ്റ്റ് ഇതെല്ലാം പറഞ്ഞിട്ടായിരിക്കും വരിക. ഞാൻ ഒരു കാര്യം പറയല, ഞാൻ ഈ ലൈവിൽ മൊത്തം പറയുന്നതിൽ ഒരു വാക്കെങ്കിലും പ്രൂഫില്ലാണ്ട് ഞാൻ പറയില്ല. ഇതിലേതെങ്കിലും ഒരു കാര്യം ഇവർ പൊളിക്കുവാണെങ്കിൽ, ഇതിൽ ഞാൻ കളവ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത പറഞ്ഞ ഇതാക്കുകയാണെങ്കിൽ ഈ മൊത്തം സാധനം ഞാൻ കള്ളൻ നിങ്ങളങ്ങ് ഉറപ്പിച്ചോ. ഓക്കെ, ഒരംശം പോലും എടാ എനിക്കറിയാടാ, എനിക്ക് ഈ ക്യാമറയുടെ മുന്നിൽ നിൻ്റെ എല്ലാം മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റും ഐ എം എ ജെന്യൂൻ പേഴ്സൺ എന്ന്. മനസ്സിലായി? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ആരെയും ചതിക്കാണ്ട് ഇതാക്കാണ്ടാണ് ഞാൻ ഇത്രയും പേര് എത്തിയത്. മനസ്സിലാ? നിന്നെല്ലാം പോലെ ഒന്നിച്ച് ഇത്രയും ഊട്ടി വളർത്തിയ, അന്നം തന്ന കൈക്ക് കൊത്തിയിട്ട് വേഷം തന്ന് കൊന്ന് എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് അടിച്ച് കളയാലാന്നല്ലോ ഇവരെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിൻ്റെ കോൾ റെക്കോർഡ് ഉണ്ട് കേട്ടോ, അത് എല്ലാം കേൾപ്പിക്കാം. നിന്റെ കഴിഞ്ഞോ? ഇല്ല, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ജാസി എനിക്ക് ഒരു ഉറുപ്പ്യ പോലും എനിക്ക് സാലറി കിട്ടിയില്ല, ഇതാക്കിയില്ല, ഒരു ഉറുപ്പ്യ കിട്ടിയില്ല. ജാസിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം മുതൽ മമ്മുവിന്റെ സാലറിന്റെ പ്രൂഫ് കണ്ടല്ലോ. ജാസിന്റെ കേസ് പറഞ്ഞ ജാസി ഇവിടെ വരുമ്പോൾ ജാസി പറഞ്ഞത് എനിക്ക് 5 പൈസ ഇടുന്ന വേണ്ട, എനിക്ക് ഇടുന്ന് ഞാൻ പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോളാം. ഞാൻ പ്രൊമോഷൻ ചെയ്ത്, അതായത് ഇവൻ ആ സമയത്ത് മാസം പ്രൊമോഷൻ ചെയ്തിട്ട് 50,000 60,000 ഉണ്ടാക്കും. അത്ര കറക്റ്റ് എനിക്ക് അറിയില്ല, എന്തായാലും 50,000 മുകളിൽ ഇവൻ ഉണ്ടാക്കും. ഒരു പ്രൊമോഷന് 10,000 അങ്ങനെ 20,000 15,000 അങ്ങനെ എന്തോ കറക്റ്റ് അറിയില്ല, 10,000 അറൗണ്ടാണ്. ഓക്കെ, ഒരു മാസം ഒരു 5-6 പ്രൊമോഷൻ ചെയ്താൽ തന്നെ, ആഴ്ചയിൽ 1 ഇട്ടാൽ തന്നെ പൈസയായി. അപ്പം ഞാൻ ഇവന് കൊടുക്കേണ്ട സാലറി ഇവൻ പ്രൊമോഷൻ ചെയ്ത് ഉണ്ടാക്കിക്കോളാം. ഓക്കെ, പിന്നെ ഇവന് ഇവിടുന്ന് വലിയൊരു എക്സ്പോഷർ കിട്ടുക. 0 ഫോളോവേഴ്സിൽ വന്നിട്ട് ഇപ്പം എത്ര കെ ആയി, അത്രയും എക്സ്പോഷർ കിട്ടുക. ഓക്കെ, സാലറീൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ലൈവിൽ എല്ലാവർക്കും സാലറി ഉണ്ട്, ഇതിന് കറക്റ്റായിട്ട് ഓരോ രീതി ഉണ്ടെന്നെല്ലാം പറയുന്നത് നമ്മളെ ഗ്യാങ്ങിൻ്റെ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ? ഇപ്പോൾ ആദിൽ എൻ്റെ കസിനാന്ന് പറഞ്ഞത് ആ റീച്ചിന് വേണ്ട ഓനെ കയറ്റിക്കൊണ്ടുവരാനാ. ഷമീർ എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താന്ന് പറഞ്ഞത് ഓനെ കയറ്റിക്കൊണ്ടുവരാനാ അല്ലേ? അതേപോലെ അസ്പാക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന. അസ്പാക്ക് എന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്തിട്ടില്ല. അസ്പാക്കിൻ്റെ എല്ലാം സാധനം എനിക്ക് വരാണ്ട് മോനെ. അസ്പാക്ക് എൻ്റർ ആയ അതിൽ എടാ അവരെ ഇതിൽ അസ്പാക്ക് എൻ്റർ ആയെങ്കിൽ എനിക്കത് പറയണം. അസ്പാക്ക് ഏടുന്നാ തുടങ്ങിയെന്ന്, അസ്പാക്കിന് എന്നോടുള്ള ദേഷ്യം ഏടുന്നാ തുടങ്ങിയെന്ന്. അസ്പാക്ക് എന്നോട് ആദ്യമായിട്ട് പൈസ ചോദിച്ചേ. എന്തിന് ചോദിച്ചു? എന്ത് കാര്യത്തിന് വേണ്ടി എന്നോട് പൈസ ചോദിച്ചു? മൊത്തം സ്ക്രീൻഷോട്ടോ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലാ? ഡ്രഗ്സ് എവിഡൻസ് എല്ലാം തരും മോനെ. 3500+ പ്രൂഫുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലാ? വെറുതെ ഊമ്പായിരിക്കുന്നതല്ല, വെറുതെ കൊണച്ചിട്ട് പോകാതിരിക്കുന്നതല്ല. മനസ്സിലാ? എനിക്കിത് ഈ 3 മാസത്തെ എൻ്റെ പെയിന് മെല്ലെ റിലീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെല്ലെ ഇത് തീർക്കുന്നത്. എനിക്കിത് മെല്ലെ തീർക്കണം. ഞാൻ അത്രയും കരഞ്ഞിട്ടുണ്ട്, ഞാൻ അത്രയും വിഷമിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലാ? അതിൻ്റെ മുകളിലാണ് ഇന്നലെ വന്നിട്ട് അതിൻ്റെ ആവശ്യം എന്താ? പൈസ കിട്ടൂല എന്ന് ഉറപ്പായ ബ്ലാക്ക് മെയിലിൽ ഞാൻ വീഴുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ എന്താ അങ്ങ് റീച്ചിന് ഇറങ്ങാം. കിക്കിൽ വാച്ചിങ് കയറ്റാൻ വേണ്ടിയിട്ട് കോൺട്രവേഴ്സി ആയിട്ട് ഇറങ്ങിയേക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ മോനെ, ഇതിൻ്റെ എല്ലാം ബാക്കി നേരത്തെ ഇങ്ങനെ പോകും. ഇതിൻ്റെ നാളെ ഇവരെ ഇത് അങ്ങനെയല്ല മറ്റേതാണെന്നും പറഞ്ഞിട്ട് വരും. എനിക്ക് തോന്നില്ല ഇതിൻ്റെ അപ്പുറത്ത് എന്തായാലും അവർക്ക് പറയാൻ കഴിയാടാ. എനിക്കറിയില്ല കേട്ടോ. അത് പറയും ഇത് പറയും. ഞാൻ പറയാം, ഇവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 1 മാസത്തോളം ഞാനിങ്ങനെ വന്ന് റിയാക്ട് ചെയ്യും, റിയാക്ട് ചെയ്യും. ഇങ്ങനെ ഷെമീർ റോസസ് തൊപ്പി എന്ന് പറഞ്ഞൊരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവനത് മതി. ഇവൻ്റെ വില പോയാൽ ഇതൊന്നും ഇവന് പൈസ കിട്ടിയാൽ മതി. മനസ്സിലായി? ഇവന് പൈസ കിട്ടിയാൽ മതി, നെഗറ്റീവ് ആണെങ്കിൽ റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ കിക്കിൽ ഈ സാധനം വന്നിട്ട് കളിക്കുന്നത്. മനസ്സിലാവും? ഓക്കെ, അടുത്തത് സാലറി പ്രൂഫ്. ജാസിന്റെ സാലറി പ്രൂഫാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് പ്രൊമോഷൻ. ഇവൻ പറയുന്നത് ഇവൻ്റെ 10 പൈസ കിട്ടിയിട്ടില്ല, ഇവൻ്റെ പ്രൊമോഷൻ്റെ പൈസ അല്ല ഞാനാണ് എടുക്കുന്നത്. ഒരു പ്രൂഫ് ഇവൻ്റെ 1 രൂപ എൻ്റെയിലേക്ക് വന്നതിൻ്റെ പ്രൂഫ്, 1 രൂപ വന്നതിൻ്റെ പ്രൂഫ് കാണിക്കടാ. 1 രൂപ അല്ലെങ്കിൽ വേണ്ടടാ. ഓൻ ചെയ്ത പ്രൊമോഷൻ ചെയ്ത ഷോപ്പുകളില്ലേ, അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരായിരിക്കും പൈസ അയച്ചതെന്ന് ചോദിക്കും. അപ്പം അവരേലുണ്ടാവല്ലോ പ്രൂഫ്, അടുത്തേക്ക് പൈസ പോയെന്ന്. അവരേലുണ്ടാവും. മനസ്സിലാവും? എൻ്റെ അക്കൗണ്ടിലേക്കോ എൻ്റെ കയ്യിലേക്കോ 1 രൂപ ഇവനെല്ലാം മാസം എത്ര പ്രൊമോഷൻ ചെയ്ത് എത്ര പ്രൊമോഷൻ ചെയ്യാണ്ട് പൈസ വാങ്ങിയിട്ടേ ഇപ്പോൾ എത്ര പെൻഡിങ് ഉണ്ടാവും ആർക്കറിയാം?
എത്ര പൈസ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജാസി എന്നെല്ലാം പറഞ്ഞ ബോൺ സ്കാമറാണ് ഇവൻ. ഇവിടെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇവനൊരു ഒരു ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ അറിയുന്നത് ഇവനെ ആരെല്ലോ പറ്റിച്ച് എന്തെല്ലോ കേസ് അതെല്ലാം ഇവിടത്തേക്ക് വലിച്ചു വിടണമെന്ന് എനിക്കറിയില്ല. അതെല്ലാം ഇതാക്കണമെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഈ ലൈവ് തുടങ്ങിയതിൻ്റെ മുന്നത്തെ അവൻ്റെ സ്റ്റോറിയിലേക്ക് പോകേണ്ടി വരും. നല്ല ടൈം എടുക്കും. അതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് അടക്കം ഞാൻ ആയിട്ട് വരും. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫായിട്ട് ഞാൻ വരും. ഓക്കെ, ഇത് ബോൺ സ്കാമറാ, മനസ്സിലായോ? അങ്ങനെ എന്താ അപ്പൊ ജാസിന്റെ സാലറി ഇത് എന്തെല്ലാം കളവ്. ഇതിന് അടുത്ത കളവെന്താ എന്നിട്ട് ഈ ജാസിന്റെ ഇത് സാലറി നിൽക്കാൻ കാരണം എന്താ, ഇവന്റെ പ്രൊമോഷൻ നിൽക്കാൻ കാരണം എന്താ, ഇവൻ സ്കാം ചെയ്യുന്നത് ഞാൻ പിടിച്ചു. മനസ്സിലായി? എൻ്റെ കേസറ്റ് വഴിയാന്ന് എനിക്ക് വന്നത്, ഓൻ പറയട്ടില്ലാന്ന്. എൻ്റെ കേസറ്റ് വഴി അതിന് മുന്നേ വേറെ പല വഴിയും വന്നു. ഓക്കെ, എൻ്റെ മെയിലിൽ വരെ വന്നു. എൻ്റെ പല മെസ്സേജുകളിൽ ഇതിൽ ഇവൻ പ്രൂഫാ അല്ല ഇവൻ ഇത് സ്കാമാ ഇതാ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചു തരും. എടാ ജാസിൻ്റെ എന്തെങ്കിലും പ്രൂഫ് എന്തെങ്കിലും പെട്ടെന്ന് എടാ ഈ 3500 ഇതെല്ലാം തിരഞ്ഞെടുക്കാൻ പാടാ. കാണിക്കണോ ജാസിൻ്റെ പ്രൂഫ് കാണിക്കണോ? നേരെ അടുത്ത വിഷയത്തിലേക്ക് പോകണത് ജാസിൻ്റെ സ്കാം പ്രൂഫുകൾ കാണിക്കണോ? ഇതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഭയങ്കര ലെങ്തി ആയി പോവും. പി സി അതാ ഇത് ഇങ്ങനെ ഇത് നല്ല കേട്ടോ. ഈ ഇങ്ങനെ ചാറ്റിൽ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുന്ന കണക്കായിട്ട് ഞാൻ റിപ്ലൈ പറയാം. ഓക്കെ, പി സി ജാസിക്കൊരു പി സി. ജാസിൻ്റെ ബർത്ത്ഡേ അന്നാന്ന് ജാസി എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇവിടെ എല്ലാവരോടും പറഞ്ഞത്. ഓക്കെ, ജാസിക്കൊരു പി സി എന്നുള്ളത് ഞാൻ ഇവിടെ പല കാര്യങ്ങളും സ്ക്രിപ്റ്റ് ചെയ്യും. പല കാര്യങ്ങളും നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യലുണ്ട്. ജാസിൻ്റെ പി സി സ്ക്രിപ്റ്റ് അല്ല. ആ പി സി ജാസിക്ക് ഞാൻ കൊടുത്തതാണ്. ആ പി സി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓൻ പോകുമ്പോൾ ഞാൻ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയും എന്നെ കൊല്ലാൻ നോക്കിയാൽ ഞാൻ എന്തിനാ കൊടുത്തു വിടണം? ആ പി സിയിലാന്ന് ഓൻ ജാസി ലൈവ് തുടങ്ങിയത്. അത്രയും ദിവസം ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് ജാസി ആ പി സിയിലാ. മനസ്സിലായോ? എന്നിട്ട് ആ പി സി ഞാൻ തന്നില്ല, എന്തോ ചിപ്പ് മാറ്റാൻ തിരിച്ചെടുത്ത് എന്തെല്ലാം കളവ് പറയുമ്പോൾ എങ്ങനെയല്ല ഏതിലേക്കല്ല ഇവൻ പോകുന്നത്. ചിപ്പ് മാറ്റാൻ പറ്റും. എടാ എനിക്ക് ഓൾറെഡി ഒരു പി സി ഉണ്ട്. ഈ 2 പി സി വെച്ചിന് ഞാൻ എന്താ ചെയ്യുക? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ 2 പി സി വെച്ചിന് ഞാൻ എന്ത് ചെയ്യും? ലെങ്ത്ത് നോ പ്രോബ്ലം, ലെങ്ത്ത് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു 4-5 മണിക്കൂറിൻ്റെ ലൈവ് ആകും മോനെ. ഇരുന്നിട്ടേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ മുത്തേ, സഹിക്കാൻ പറ്റാത്ത വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്താ ഡ്രഗ് പ്രൂഫ് ആണ് ഇപ്പം കാണിച്ചത്. ഇനിയും ഇങ്ങനെ ചകഞ്ഞോണ്ടെന്നാൽ ഓരോന്നായിട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരുകയും ചെയ്യാം. ഇനോഗ്രേഷൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ഇനോഗ്രേഷനും ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചോ, ആരെങ്കിലും ഈ ഷമീർ എന്ന് പറഞ്ഞ വ്യക്തിനെ അവർക്ക് അറിയില്ല. ജാസി ആരാ, ഏത് ജാസി? മമ്മൂനറിയാം. അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ മമ്മൂനറിയാം. മമ്മൂനെ കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് എന്നോട് പറയല്. മനസ്സിലായി? ഇനോഗ്രേഷന് എന്നെയാണ് വിളിക്കുന്നത്. മനസ്സിലാ? ഇവരുടെ മോശം ഇമേജ് മാറ്റാൻ വേണ്ടി ഇവരെ ഞാൻ വിളിച്ചു കൊണ്ടുപോകും. സ്റ്റേജിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി എല്ലാവർക്കും എക്സ്പോഷർ കൊടുത്ത് അത്രയും റീച്ച് കയറ്റി എന്നിട്ട് ഇവർ പറയാ ഇനോഗ്രേഷൻ മണി ഇവർക്ക് ആ സമയം. അങ്ങനെയാണെങ്കിൽ അന്നേ ഇനോഗ്രേഷൻ വരുന്നോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പൈസ വേണം, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും പറയാലോ അല്ലേ? ഈ മമ്മൂനെല്ലാം അത്രയും ഹെയ്റ്റും ഇതും ആ കുളിസീൻ്റെ എല്ലാം കയറ്റത്തില്ല. ആ ഹെയ്റ്റെല്ലാം എങ്ങനെയെങ്കിലും മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് എല്ലാ പരിപാടിക്കും ഞാൻ എൻ്റെ ക്യാമറ ഫേസ് കാടെല്ലാം വരും. അടെല്ലാം ഇവനെ ഞാൻ മുന്നിൽ കാണിക്കും. എല്ലാ സ്റ്റേജിലും കയറി. എന്തിൻ്റെ ആവശ്യമുണ്ട്? എന്നെയാണ് പരിപാടികൾക്ക് വിളിക്കുന്നത്, എന്നെയാണ് പ്രൊമോഷനെ വിളിക്കുന്നത്, ഇവന്മാരെ അല്ല. മനസ്സിലായോ? ടി വി സ്ക്രിപ്റ്റാണ്. അതായത് എന്തായിരുന്നു ടി വിൻ്റെ കറക്റ്റ് എന്തായിരുന്നു? ഇത് എത്ര കാലം മുന്നേ നടന്ന ടി വിൻ്റെ എന്തായിരുന്നു റാമുനു? ടി വിന് എന്താന്ന് സംഭവിച്ചത്? ജാസി തൂങ്ങിപ്പോയി ടി വി അടിച്ചു പൊട്ടിച്ചു അല്ലെ? ആ സ്ക്രിപ്റ്റാണ്. അതായത് അതിന് മുന്നേ കറക്റ്റ് എന്താ പ്ലാൻ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. അതെ, ബാംബു വോയിസിന്റെ സ്ട്രീം ചെയ്യും. അങ്ങനെ ബാംബു വോയിസിന്റെ സ്ട്രീം ചെയ്യുന്നു. ക്രേസി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണിക്കുന്നു. ജാസി നേരെ തൂങ്ങിപ്പിടിച്ച് ടി വിക്ക് പോയി ചവിട്ടി ടി വി പൊട്ടിക്കൂന്ന് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. അതായത് ഇങ്ങനെ തൂങ്ങിപ്പോയിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തതാണ്. അത് ഓൾറെഡി ഇതായ ടി വി ആയിരുന്നു. ഓക്കെ, ഓൾറെഡി ഡിസ്പ്ലേയിൽ വരയോ എന്തോ വീണ ടി വി ആയിരുന്നു. ഓക്കെ, ഇതൊക്കെ ഞാൻ ഒരു കാര്യം പറ്റേ, ഇങ്ങനെ എന്തെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റർടൈൻമെന്റ് അത് കണ്ടിട്ട് എത്ര ആൾക്കാർ ചിരിച്ചു. ഇങ്ങനെ എന്തെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഇവിടെ ഇരുന്നിട്ട് എന്തെല്ലാം കേസ്. ഞാനൊരു കാര്യം പറ്റേ, ഇവിടെ സ്ക്രിപ്റ്റിന് നിൽക്കാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ഷമീറാണ്. ഷമീർ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്താലും ഷമീറിൻ്റെതായ ഒരു ഇതാക്കണം. മനസ്സിലാവും? ഷമീറിന് ഓൻ്റെ ഒരു
അതായത് ഓനക്ക് എപ്പോഴും ഓനൊന്നും പുറത്ത് അറിയില്ല, പക്ഷെ ഓനക്ക് എപ്പോൾ ഓൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഓനക്ക് എന്നെക്കാളും വളരണം എന്നുള്ള സാധനം. ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ ആ സമയത്ത്, ഞാൻ കാര്യം പറയില്ല. ഷഡ്ഡി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതാണ് നമ്മളെ സ്പിൻ വീല് അല്ലേ. അതിൽ സ്പീഡിൽ നടക്കുമ്പോൾ വേന എടുക്കുന്നത്. എടാ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇത് കഴിഞ്ഞപാട് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മളെ സ്പിൻ വീല്. ഇത് ഏടെ നിൽക്കും എന്നുള്ളത് ആർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? ഇതിലെപ്പം ഷഡ്ഡി വരുമെന്നോ ആർക്ക് ഷഡ്ഡി വരുമെന്നോ ആർക്ക് പറയാൻ പറ്റും? അതെങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും? ഷമീർ പറഞ്ഞാൽ ഷമീറിനെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ ഷഡ്ഡി ഇട്ട് തുള്ളിപ്പിച്ചെന്ന്. ഇതിൽ ആർക്കും ആണെങ്കിലും ഷഡ്ഡി ഡാൻസ് എന്ന് പറഞ്ഞ സാധനം വരാം, അത് വരുന്ന ആൾ ചെയ്യണം, മനസ്സിലാ? അതാണ് റൂള് അല്ലേ? ആണോ? നിങ്ങൾ ലൈവ് കണ്ട ആൾക്കാരുണ്ടല്ലോ, ആണോ? എന്നിട്ട് അവൻ പറയാം ഞാൻ ഇത് ഷഡ്ഡിട്ട് ഓനെ നിർബന്ധിച്ച് തുള്ളിപ്പിച്ച. എടാ മറക്കാൻ വേണ്ടിട്ടാ, ഇവൻ എൻ്റെ പേരിൽ എല്ലാ തെറ്റുകളും ഇട്ടിട്ട് ഇവന് നല്ലവനാകാൻ വേണ്ടിയിട്ട്. ഇവനെങ്ങനെയാണ് നല്ലവനാവുക? ഞാൻ ഒരു കാര്യം പറയട്ടെ, ബാക്കി മൊത്തം സാധനങ്ങൾ ഞാൻ പറയട്ടെ. ഇവനെങ്ങനെയാണ് ഇത് എനിക്കറിയില്ല കേട്ടോ, ഇവനെങ്ങനെ ഇത് വെളുപ്പിക്കാൻ പോകുന്നേ? ഹൗ ബ്രോ? ചെക്ക് എന്ന് പറയുന്നുണ്ട് ബ്രോ. മമ്മു പറഞ്ഞു യുമ്മടെ ഹിം ക്ലീൻ. ബ്രോ മമ്മു പറഞ്ഞു യുമ്മടെ ഹിം ക്ലീൻ യുവർ ഷെഡ്ഡി. സത്യമാണ്, അവന്റെ ഫേസ് ചവിട്ടി പറഞ്ഞു ഐ ജസ്റ്റ് വാണ്ട് ഹിയർ ഫ്രം യു ബ്രോ. യെസ്, പറഞ്ഞുതരാം. ഉള്ള പോലെ ഞാൻ പറയും. മമ്മുവിൻ്റെ മുഖത്ത് ഞാൻ ചവിട്ടിയിട്ടുണ്ട്. ഞാൻ കിടക്കുമായിരുന്നു, മമ്മു നിൽക്കുമായിരുന്നു. അല്ല മമ്മു നിൽക്കുമായിരുന്നു, ഞാൻ ഇത് ഒരു 4-5 മാസം മുമ്പ് 5-6 മാസം മുമ്പുള്ള കേസാണ്. ഷെയ്ഖിൻ്റെ വീട്ടിലാണ് സംഭവം. ഓക്കെ, ഷെയ്ഖിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അതെങ്ങനെ, നീ ഉണ്ടായിരുന്നാ? മുന്നുണ്ടായിരുന്നാ? വേറെ ആരും ഉണ്ടായിരുന്നത്? റാംബോ, ഇത് ഓർത്തെടുക്കണോടാ. ഇതില്ലേ, ഇല്ല എനിക്ക് ഇതിൽ കളവ് ചേർക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ്. കാരണം നാളെ വന്നിട്ടേ ഞാനിതിൽ പറയുന്നത് എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇവർ നാളെ വന്നിട്ട് അതും പറഞ്ഞിട്ടായിരിക്കും ഇനി പിടിക്കുക. ഓക്കെ, അതുകൊണ്ട് കറക്റ്റ് നടന്ന പോലെ എനിക്ക് പറയണം. ഷെയ്ഖിന്റെ വീട്ടിൽ ചവിട്ടുമ്പോൾ മമ്മു നിൽക്കുമായിരുന്നു, ഞാൻ നിൽക്കുമായിരുന്നു. മമ്മു കട്ടിലിരിക്കുന്നു. ഓക്കെ ഞാൻ പറയാം. ഞാൻ കട്ടിലിൽ കിടക്കുന്നു, മമ്മു കട്ടിലിൽ ഇരിക്കുന്നു. ഓക്കെ, അതായത് അവിടെ ഞാൻ മോന്തക്ക് അടിക്കുകയെന്ന് ശരിക്കും ചെയ്യേണ്ടത്. മോന്തക്ക് ശരിക്കും അടിക്കുക ചെയ്യേണ്ട. അത് അതിന്റെ കാരണം കൂടി കേൾക്കണം. വാഷിങ്ങിന് പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല. അതിന്റെ കാരണം കൂടി കേൾക്കണം. നിങ്ങൾ ഈ മമ്മൂന്റെ മുഖത്ത് ചവിട്ടി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചിന്തിക്കുന്നത്? ഞാൻ അവിടെ വെക്കുന്നു, മമ്മ അവിടെ വെക്കുന്നു, ഞാൻ മറ്റേ ജാക്കി ചാനെ പോലെ ഇതിലേക്ക് ചവിട്ടുന്നു. എടാ നമ്മളെല്ലാവരും ചില്ല് ചെയ്ത് ബെഡിൽ കിടക്കുക, മനസ്സിലായി? അപ്പം എൻ്റെ കാലിൻ്റെ ഭാഗത്താണ് ഇവന് ഇരിക്കുന്നത്, മനസ്സിലാ? എനിക്ക് എണീച്ച് മൊത്തം അടിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചവിട്ട് കൊടുത്തു, ഒറ്റ ചവിട്ട്, ഒരു ചെറിയൊരു ചവിട്ട്. ഓക്കെ, എന്തിന് ഷെയ്ഖിൻ്റെ വീട്ടിൽ നമ്മൾ എന്തിനു പോയി? ഡേറ്റ്. ഇതെല്ലാം അന്വേഷിച്ചേ. അവരെന്താ പറഞ്ഞത്? ഞാൻ എന്തിനു ചവിട്ടിയെന്ന് അവർ പറഞ്ഞത്? എന്തിനു ചവിട്ടിയെന്ന് പറഞ്ഞത്? എന്തോ ഇതാക്കാൻ വേണ്ടിട്ടോ. ഇവന് എന്താ സംഭവം? അന്നത്തെ ഡേറ്റ് അടക്കം ചിന്തിച്ചാൽ അന്ന് ആ സമയത്താണ് ഞാൻ എജു താലിം എന്ന് പറഞ്ഞിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വീഡിയോ എടുക്കാൻ പോയത്. ഓക്കെ, അപ്പൊ അവിടെ എത്തിയപ്പം അവരൊരു ഐഡിയ പറഞ്ഞു, മമ്മൂനെ പഠിപ്പിച്ചാലോ. ഓക്കെ, മമ്മൂന് വിദ്യാഭ്യാസവും ഇല്ല, മമ്മൂനാണ് ഇങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. അതിൽ ഞാൻ പറഞ്ഞുതരാം, മറ്റേ ഞരമ്പൻ സ്വഭാവങ്ങൾ. ഞാൻ ഒരു കാര്യം പറ്റും, അതെല്ലാം ഞാൻ കവറപ്പ് ചെയ്ത് ഇവനെ നന്നാക്കാൻ നോക്കി ഞാനാ മണ്ടൻ. ഒരിക്കലും നന്നാവില്ല അവനൊന്നും, മനസ്സിലാ? ഒരിക്കലും നന്നല്ല. മമ്മൂനെ ഞാൻ പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളോട് ഡിസ്റെസ്പെക്ട് ചെയ്തതിനെ അടിച്ചിട്ടുണ്ട്, മനസ്സിലാ? കുറെ കേസുണ്ടാവും. അതിപ്പോ ബാംഗ്ലൂർ കേസ് പറയണോ? പേര് പറയില്ല, ആ പെണ്ണിന് സീനാവൂലേ? ഒരു പെണ്ണിനെ പിടിച്ച് ഡോറിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ നോക്കിയിട്ട് ഇവന്റെ ഈ കുളിസീൻ സ്വഭാവം ഒന്നല്ല ഇവൻ. ഞാൻ കാരണം ഈ മമ്മു എന്ന് പറഞ്ഞ ആള് ബുദ്ധിയില്ലാത്ത മണ്ടനൊന്നല്ല. ഇവൻ പണിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ചെയ്ത് നടന്നത്. ഈ 2 കൊല്ലം ഇവൻ എഴുതാനും വായിക്കാൻ അറിയില്ല എന്ന് എന്നോട് പറഞ്ഞത്. ഇവനെല്ലാം അറിയാം. ഇത് ബുദ്ധിയില്ലാത്തവനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവനെന്ത് ചെയ്താലും എല്ലാവരും പൊട്ടനാന്ന് വിചാരിച്ച് നിൽക്കും. അതിനു വേണ്ടി നിൽക്കുന്ന ഇവൻ ഒരു പെണ്ണിനാ ബാംഗ്ലൂർ വെച്ചിട്ട് അങ്ങനെ തന്നെ കൈക്ക് പിടിച്ച് ഡോറിന്റെ ഉള്ളിലേക്ക് കയറ്റുക, കടി കയറിയിട്ട് കണ്ണ് കാണാണ്ടായിട്ട് ഇവന്. ഇവളെന്തോ ചിരിച്ചു കാണിക്കുക, എന്തോ ഫ്രണ്ട്ലി ആയി. ഇവള് നമ്മളെല്ലാവരുമായിട്ട് അവിടെ ഇങ്ങനെ കമ്പനി അടിച്ച് നിൽക്കുമ്പോൾ എന്തോ ഇവനോട് നല്ല എന്തോ രീതിയിൽ എന്തോ കമ്പനി ആയതോ ചിരിച്ചു കാണിച്ചപ്പോൾ ഇവൻ കൈ പിടിച്ച് ഡോറിന്റെ ഉള്ളിലേക്ക് പിടിച്ച് കയറ്റി. മൊത്തം സീനായില്ലേ. എന്നോടുള്ള റെസ്പെക്ട് കൊണ്ട് മാത്രം ആ പെണ്ണ് കേസിന് പോയില്ല. ഓക്കെ, കേസിന് പോയില്ല.
അത് ഞാൻ പറയല്ലേ, ഇപ്പം ആണെങ്കിൽ എനിക്കറിയില്ല, ഓളെ പേര് പറഞ്ഞത് ശരിയാണെന്ന് അറിയില്ല, ഓൾ ഇനി നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓള് വന്ന് പറയും. ഓക്കെ, ഓള് വന്ന് പറയും. അതിന് ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ട്, ഇവൻ്റെ മോന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, തന്തയില്ലായ്മ ചെയ്തതിന് മോന്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം അതിന് മുന്നേ എന്തിനാ കുറേ പ്രാവശ്യം ഞാൻ ഒരു 3-4 വട്ടം എന്തായാലും ഇവനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ലാസ്റ്റ് അടിച്ചതാണ് ഈ കാലിനെ കൊണ്ടുള്ള ചവിട്ട് മുഖത്ത്. എന്തിന് എജു താലിബിൻ്റെ എഡ്യൂക്കേഷൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു മമ്മൂനെ പഠിപ്പിക്കാം, മമ്മൂന് എഡ്യൂക്കേഷൻ കൊടുക്കാം. അപ്പം മമ്മു എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, തെറി വിളിച്ചോണ്ട് അവൻ പറഞ്ഞത് തന്നെ, എന്നെ തെറി വിളിച്ചോണ്ട്, അതായത് അവൻ്റെ നല്ലത് ചിന്തിച്ച എന്നെ തെറി വിളിച്ചോണ്ട് എന്താ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു തെറിയും പ്ലസ് ഓനിക്ക് പഠിക്കാൻ പറ്റൂല, ആദ്യം ഒരു കളി കളിക്കട്ടെ, ഇങ്ങനെയാണോ പറഞ്ഞത്, എന്തോ ഒരു തെറി പറഞ്ഞത്, തെറി മൈരാണെന്ന് ഇതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, 5-6 മാസം മുമ്പുള്ളത് തെറി പ്ലസ് എന്നോട് എന്നെ ഇങ്ങനെ ഭയങ്കര പുച്ഛത്തോടുകൂടി പഠിക്കാനൊന്നും കയ്യിലും അതിൽ ആദ്യം കളി കളിക്കട്ടെ, അങ്ങനെ എന്തോ ഒരു സാധനം ഇവൻ പറഞ്ഞു. എനിക്ക് എൻ്റെ കൺട്രോള് പൊട്ടി, കൊടുത്തു മുഖത്തൊരു ചവിട്ട്, മുഖത്തോ തലക്കോ ഇവിടെയോ സൈഡിലോ എവിടെ ചവിട്ടിയത്, ഇവിടെ ഒരു ചവിട്ട്. ഓക്കെ, ഇവിടെ ഒരു ചവിട്ടി ഉള്ളതുള്ള പോലെ ഞാൻ പറയും. ഓക്കെ, എന്താ അടുത്ത എന്താ ചെക്ക് സ്മാഷ് TP GF ഷഡ്ഡി കഴുകിച്ചു ഓക്കെ, ഷഡ്ഡി കഴുകിച്ച കേസ്. ഇനി ഷഡ്ഡി കഴുകി ഞാൻ എന്തെല്ലാം പ്രൂഫ് വേണം നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഇവിടെ ഷഡ്ഡി കഴുകാൻ വേണ്ടി ഇവിടെ ഒരാൾ ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ, ഒരാൾ മറ്റൊരാൾക്ക് ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? അതെന്താ, ഞാൻ ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ജീവിക്കുന്നത്, ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ഞാൻ ഡെയിലി നടക്കുന്നത്? ഷഡ്ഡിയാണോ എൻ്റെ ഒരാൾക്ക് ഡ്രസ്സ് അലക്കാനുണ്ടാകുമ്പോൾ ഷർട്ട്, പാൻറ്, ഷഡ്ഡി, സോക്സ് ഇതൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ 10 പേരുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കും. ഈ മമ്മു പണിയെടുക്കൂല, ജാസി മമ്മു എല്ലാം ഇങ്ങനെ പണിയെടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് എപ്പെങ്കിലും ടാസ്ക് കൊടുക്കാം. ഓക്കെ, ഇവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, മനസ്സിലാവും. ഇവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഈ ഡ്രസ്സ്, ഈ എല്ലാം അടങ്ങിയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൊട്ടയില്ലേ, ഈ ഡ്രസ്സ് കൊട്ടാന്ന് പറയുമ്പോൾ വേറെ വിചാരിക്കണ്ട, കൊട്ടാന്ന് പറയുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വരും ജാറ്റിൽ, അതല്ല ഇത് ബാസ്ക്കറ്റ്. ഓക്കെ, ബാസ്ക്കറ്റ്, കൊട്ട സോറി ബാസ്ക്കറ്റ്, അങ്ങനെ ഒരു സംഭവം ബാക്കിയുണ്ടല്ലേ, വേണ്ട ഇതിപ്പം ഇതാണ് നമ്മളെ ഇത് തീരട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. മനസ്സിലായോ? കൊട്ടൻ്റെ കേസെല്ലാം അല്ല പിന്നെ പറയണ വേണ്ട, ഒന്നും ചെയ്തൊന്നും അല്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊന്നും ചതിയല്ല, മനസ്സിലായോ? അതൊന്നും ചതിയേ അല്ല, ഇത് എന്തൊരു ചതിയാടാ, മരിച്ചാലും പൊറുക്കാൻ പറ്റോടിയതല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ ഈ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി, ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്ന് പറഞ്ഞത്. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്, എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിയിട്ടേ കഴുകടാന്ന് പറഞ്ഞതാ, ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത് അല്ലേ? എടാ, ഒരു വീടാകുമ്പോൾ ഒരു ഹോസ്റ്റലാകുമ്പോൾ എങ്ങനെയാ? എടാ, ഇവിടുത്തെ പണികൾ ആര് ചെയ്യും? ഇവിടെ 10 ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ട്, പിന്നെ പുറത്തുനിന്ന് സർവൻസിനെ ഞാൻ എന്തിനെടുക്കണം? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പണികൾ ചെയ്യും. ഓക്കെ, തീരെ പണിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള പണികൾ ചെയ്യും. ഓക്കെ, മെയിനായിട്ടുള്ള പണികൾ ഇവിടെ ചെയ്യുന്നത് മുനുവും റാംബോവും മൻസൂർക്കും ഇങ്ങനെ കുറേ ആൾക്കാർ, പേര് പറയാൻ പറ്റാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവർക്കെല്ലാം ജോലികളുണ്ട്, മെയിനായിട്ടുള്ള ജോലികളുണ്ട്, മീറ്റിംഗ്സും കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഇതെല്ലാം നോക്കണം. ഈ മമ്മു മണ്ടനെല്ലാം ഇതെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ, മനസ്സിലായോ? നീ ഷഡ്ഡി കഴിച്ചിട്ട് നിന്റെ ജോലിയാടാ, നായിന്റെ പോലെ നിന്റെ ജോലിയാടാ അത്. നിന്നല്ല ഇത്രയും കാലം തീറ്റിപ്പോയിട്ട് ഇത്ര പൈസ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയടാ നീ. എന്നാ പറയടാ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസന്റെ കണക്ക് നീ പറയടാ. ഞാൻ കണക്ക് വെച്ചിട്ടില്ലടാ, അതാണ് ഞാൻ ചെയ്ത തെറ്റ്, മനസ്സിലായി? ഈ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ഇതിന്റെ കണക്ക് കിട്ടി, ഈ 2 അക്കൗണ്ടിന്റെ കണക്ക് കിട്ടി, വേറെ അക്കൗണ്ടിന്റെ കണക്ക് കിട്ടിയില്ല. അത് കിട്ടണം. ഞാൻ കയ്യിൽ നിനക്ക് തന്നതിന്റെ കണക്ക് നിനക്ക് പറയാൻ പറ്റുമോടാ ലൈവില്? കുറച്ചെങ്കിലും നാണന്മാരുണ്ടെങ്കിൽ പറയടാ. നാറി. സെപ്പറേറ്റ് ഫുഡ്, എന്ത് സെപ്പറേറ്റ് ഫുഡടാ? എന്ത് എടാ, അതിന്റെ എന്തെങ്കിലും ഓടിയുണ്ടോ? എടാ, അതിന്റെ എന്തെങ്കിലും ഓടിയുണ്ടോ? സെപ്പറേറ്റ് ഫുഡ്. ഇവിടെ 10 ആൾക്കാരുള്ളപ്പോൾ എല്ലാവർക്കും അവർ പറഞ്ഞതാ, ഇവിടെ 10 ആൾക്കാരുള്ളപ്പം എല്ലാവർക്കും സാമ്പാറും രസവും, എനിക്ക് മട്ടനും ചിക്കനും. ഇങ്ങനെയല്ല പറഞ്ഞത്, എല്ലാവർക്കും സാമ്പാറും ചോറും, എനിക്ക് മട്ടനും ചിക്കനും. പറഞ്ഞരാ കാണിച്ചുതരാം, എല്ലാത്തിൻ്റെയും കാണിച്ചുതരാം. എടാ, അതിൻ്റെ എന്തായിരുന്നു ഉണ്ടായിരുന്നേ?
ഉണ്ട്, ഇതിലുണ്ടോ? അതിൻ്റെ ഇപ്പം തരാം. എടാ ഞാനൊരു കാര്യം പറ്റേ, ഇവിടെ എല്ലാവർക്കും രസവും ചോറും എനിക്ക് ചിക്കനും ഇതുമാണെങ്കിൽ അവരൊരിക്കലും കോളിൽ ഇതിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ കോളിലും അതിനെക്കുറിച്ച് അങ്ങനെയല്ലേ പറയേണ്ടത്, അല്ലേ? ആണോ? ഒരു ഓഡിയോ ഇപ്പം കേട്ടോ, ഇപ്പം വരും, ഇപ്പം സാധനം വരും. ഈ 3000 ഓഡിയോ ഒന്ന് ഇതെല്ലാം കട്ട് ചെയ്ത് എടുക്കാൻ തന്നെ ഒരു 15 ആൾക്കാരെ നിർത്തിക്കണം. ഇവിടെ ആകെ ഒരാൾ 2 ആളേ ഉള്ളൂ. ഇതൊന്ന് സോർട്ട് ചെയ്ത് എടുക്കണം. ഈകളുടെ സെയിം വന്നിട്ടുണ്ടല്ലോ. ഈകളെ കുറിച്ച് ഇപ്പം എനിക്കൊന്നും പറയാനില്ല മോനെ. ഈകളെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ വലിയ ഇഷ്യൂസ് നടക്കും. ഈകളുടെ എല്ലാം ചെറിയ കേസെന്ന് ഞാൻ പറയും. അന്ന് ഈകള് എല്ലാം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഇതെല്ലാം ഇങ്ങനത്തെ ചതികളെല്ലാം കിട്ടിയപ്പോൾ ഉണ്ടല്ലോ മോനെ, അതെല്ലാം ഞാൻ മറന്ന്, അതെല്ലാം ഞാൻ ക്ഷമിച്ച്, അതെല്ലാം പുറത്തു കൊടുത്തു പോട്ടേന്ന് വിചാരിച്ച്. അതെല്ലാം പിന്നെ സംസാരിക്കുന്നുണ്ട്, എപ്പെങ്കിലും സംസാരിക്കാൻ സംസാരിക്കേണ്ട പോലും ആവശ്യമില്ല അതൊന്നും. കാരണം ഇങ്ങനെ ഒന്നിച്ച് നിന്നിട്ട് ഇതാക്കിയിട്ട് ഉള്ള പണിയൊന്നും ഒന്നും കാണിച്ചിട്ടില്ലടാ. ഞാൻ കാര്യം പറയാലോ. അടുത്ത പറഞ്ഞോ. അടുത്തെന്താ വേണ്ടേ പറ. എല്ലാത്തിനുള്ള പ്രൂഫായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, മനസ്സിലാവും? എല്ലാത്തിനുള്ള പ്രൂഫ് എന്താ വേണ്ടത് പറ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ നടക്കുമ്പോഴുള്ള വേദന എന്താ അറിയോ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവർ ഈ സാധനങ്ങൾ മൊത്തം പ്ലാൻ ചെയ്തിട്ട് ഇവരിത് പൊട്ടിക്കാൻ തിരഞ്ഞെടുത്ത ദിവസം എപ്പാന്നറിയോ? എനിക്കൊരു പ്രശ്നമുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനിക്ക് ഇതൊരിക്കലും ഞാൻ ഇവിടെ വന്ന് പറയൂലെന്ന് ഞാൻ വിചാരിച്ചതാ. എനിക്ക് കിഡ്നി സ്റ്റോണാണ്. ഓക്കെ, കിഡ്നി സ്റ്റോണിൻ്റെ സീരിയസ്നെസ് അറിയുന്നവർക്കറിയാം. ആണുങ്ങളുടെ പ്രസവ വേദന എന്നാ പറയാം. അത് വേദന അനുഭവിച്ചവർക്കറിയാം. അത്രയും വേദന എന്ന് പറഞ്ഞാൽ പൊളഞ്ഞിങ്ങനെ ചാവും. ബ്ലഡ് മൂത്രമൊഴിക്കും, മനസ്സിലായോ? ബ്ലഡാണ് മൂത്രമൊഴിക്കുക. എനിക്ക് കിഡ്നി സ്റ്റോൺ അല്ല, കിഡ്നീൻ്റെ തൊട്ട് താഴെ കിഡ്നിയും ബ്ലാഡറും തമ്മിലുള്ള വാൾവിൻ്റെ ഉള്ളിൽ എനിക്ക് സ്റ്റോണാണ്. ഓക്കെ, അതിൻ്റെ സാലറി ആയിരുന്നു, അല്ല അതിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇവർ സാലറിന്ന് ഇതിൽ ചാറ്റിലിട്ടിട്ട് അതിനെന്താ പറയുക, സർജറി ആയിരുന്നു മിനിഞ്ഞാന്ന്. ഓക്കെ, ഇത് സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞേ ആരെങ്കിലും. അങ്ങനെ ഞാൻ എന്ത് പറയുമ്പോൾ സ്ക്രിപ്റ്റാന്ന് ഫേക്കാന്ന് പറയുന്നത്, ഇതൊന്ന് ഫേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാണിക്കായിരുന്നു. ഓക്കെ, പറഞ്ഞു തീർക്കട്ടെ. മിനിഞ്ഞാന്ന് ഇവർ തിരഞ്ഞെടുത്ത ദിവസം ആലോചിക്കണം. ഓക്കെ, എടാ എൻ്റെ ആസ്റ്ററിലെ മൊത്തം ഡീറ്റെയിൽസ് ഒന്ന് എടുത്തേ. ആസ്റ്റർ മെഡിസിറ്റി എത്ര ആൾക്കാർക്ക് അറിയാം? കേരളത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മമ്മൂട്ടി അടക്കം ചികിത്സ ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അവിടെ പോയിട്ട് എനിക്ക് ഫേക്ക് രേഖകൾ ഉണ്ടാക്കാൻ പറ്റില്ല ഒരിക്കലും. ഓക്കെ, അതും മറ്റേതും ആസ്റ്ററിൻ്റെ എടുത്തിട്ടോ. ഇതറിയാലോ, ഡോക്ടർ ഷാജീസ് അഡ്വാൻസ്ഡ്. ഇത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന CT സ്കാനിൽ എടുക്കുന്ന സ്ഥലം. ഓക്കെ, ഇതിലുള്ള എൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണത്. ഓക്കെ, എൻ്റെ സ്കാൻ റിപ്പോർട്ടാണത്. ഞാൻ എത്ര മെഡിസിനിലാന്ന് ഓരോ ദിവസം കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ, എൻ്റെ സർജറി ഇവർ തിരഞ്ഞെടുത്ത ദിവസം ആലോചിക്കണം. ഞാൻ സർജറി കഴിഞ്ഞ് ഒരാഴ്ച ബെഡ് റെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആ ദിവസം വീഡിയോ ഇട്ട് പൊട്ടിച്ചില്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ. ബ്ലാക്ക് മെയിലും ഈ വീഡിയോയും എല്ലാം ടൈമിങ് നോക്ക് ഗൈസ്, ടൈമിങ്. ഞാൻ അവിടെ സർജറി ആയിട്ട് കിടക്കുമ്പോൾ ഡ്രഗ് പ്രൂഫ് നിൽക്ക് വെയിറ്റ് ആക്കി, ഇത് പറഞ്ഞു തീർക്കട്ടെ നിൽക്ക്, ഇതെല്ലാം എനിക്ക് കാണിക്കണം. ഇത് ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇത് ഡിസ്ചാർജ് സമ്മറി അല്ലേ, അല്ലാണ്ട് എൻ്റെ പ്രശ്നങ്ങൾ ഇതിൽ പറയുന്ന എവിടെയാ? അതെ, ഡയഗ്നോസിസ്. മിനിഞ്ഞാന്ന് ഡയഗ്നോസിസ് ഒന്ന് കണ്ടോ, ഒന്ന് ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോ പെട്ടെന്ന്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ലെഫ്റ്റ് ഡിസ്റ്റൽ യുറേത്തറ എന്താണ് സ്റ്റോൺ, അതായത് കിഡ്നീൻ്റെ തൊട്ടായുള്ള വാൾവിൽ സ്റ്റോണാ. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും പെയിൻഫുൾ മൊമെൻ്റ് ആയിരുന്നു. ഓക്കെ, അതിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർജറി കഴിഞ്ഞിട്ട്. ഓക്കെ, പിന്നെ സർജറിൻ്റെ മുന്നിലുള്ള ഫസ്റ്റ് എപ്പിസോഡ് പെയിനും. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഇവരെന്താ ചെയ്യുന്നറിയോ? ഇവരെന്താ ചെയ്യുന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ഒരു ഓഡിയോ വെപ്പിച്ചരാം. നമ്മൾ അശ്വിൻ ബ്രോ ഇല്ലേ, ഇവർ ഒരിക്കലും ഡയറക്റ്റ് ബ്ലാക്ക് മെയിലിനോ ഇതിനോ നിൽക്കില്ല കേട്ടോ. ഇവർ ഒന്നെങ്കിൽ VC അല്ലെങ്കിൽ നേരിട്ട് പലതവണ എന്നെ നേരിട്ട് കണ്ട് എന്നെ ഇതാക്കിയിട്ടുണ്ട്, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പൈസ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും നടക്കിയിട്ട് ലാസ്റ്റ് ടൈമിൽ ഇവനിക്ക് കൺഫ്യൂഷനായി, വീഡിയോ ഇടണോ വേണ്ടേന്, അഥവാ പൈസ കിട്ടിയാലോ എന്നുള്ള കൺഫ്യൂഷനായി ഇവനിക്ക്. എന്നിട്ട് നമ്മളെ അശ്വിൻ ബ്രോ വഴി ഇവൻ അവനെ അടിച്ചിന്ന് പറഞ്ഞിട്ടും അവന്റെ പെങ്ങളെ കല്യാണത്തിന് വേണ്ടിയിട്ട് യൂട്യൂബിന്റെ സാധ്യത കൊടുത്തിട്ടില്ല, അങ്ങനത്തെ എന്തെല്ലാം ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടാണ് അവൻ എനിക്ക് വിളിച്ചിട്ട് സംസാരിച്ചത്. എന്താ കാര്യം നിനക്ക് മനസ്സിലാകുന്നില്ല.
എന്താണെന്ന് നിന്റെ അടുത്ത് സംസാരിച്ചാലേ എനിക്ക് എന്താണെന്നുള്ള ഐഡിയ കിട്ടുള്ളൂ. പറയുന്ന നോക്കിയാ ലാസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് അവരോട് സംസാരിച്ചോട്ടെ, അതിനുശേഷം വീഡിയോ റിലീസാക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ നിങ്ങൾ 7 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കാം, അതിനിടയിൽ നിങ്ങൾ സംസാരിച്ചിട്ട് സോൾവ് ആക്കാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ഞാൻ 7 മണിക്ക് വീഡിയോ ഇടുന്നല്ല പറയുന്നത്. ഒരു 7 മണിയല്ല, ഒരു നെഗോസിയേഷനും ഇല്ല. ഞാനവിടെ പെയിനിൽ പൊളയുമ്പോ ഇവൻ നെഗോഷിയേറ്റ് ചെയ്യാ. ഞാനിത് കഴിഞ്ഞ് നേരെ ഞാൻ അത്രയും പെയിനിലുള്ളപ്പോൾ ഞാൻ അങ്ങ് സമ്മതിക്കുമല്ലോ. ഞാൻ അങ്ങ് സമ്മതിച്ചിട്ട് ഇതങ്ങ് പൈസ കൊടുത്ത് ഒഴിവാക്കും. അതിന് വേണ്ടിട്ട് ഒരു നെഗോസിയേഷനും ഇല്ല. മനസ്സിലാ? പറ്റൂല, അത്രേ ഉള്ളൂ. മനസ്സിലാ? പറ്റൂല. ഒരു പരിപാടിക്കും ഒരു നെഗോസിയേഷൻ, ഈ തീവ്രവാദികളായിട്ടും ചതിയന്മാരായിട്ടും നെഗോസിയേഷൻ പറ്റൂല എന്നാ. മനസ്സിലാവും? ഏത് മമ്മു വീഡിയോ, മമ്മു ഹൗസ്, അതെ മമ്മുന്റെ ഹൗസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന്റെ കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞില്ല. ഇതൊന്ന് തീർക്കട്ടെ. ഞാൻ സർജറി കഴിഞ്ഞ് ഫുൾ സ്ക്രിപ്റ്റ് അയ്യോ ഫുള്ള് കാണിച്ചില്ല. ഇതെല്ലാം സ്ക്രിപ്റ്റ് എന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിട്ട് അടുത്തെന്താ വേറെന്തൊക്കെയുള്ള ഇതാ ബില്ല്. എത്ര ലക്ഷം രൂപയാണ് സർജറിക്ക് ആയതെന്നുള്ള ബില്ല്. അത് ഇതൊന്നും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന് വലുതാക്കിയ സർജറി ബില്ലാണ്. ഓക്കെ, ആസ്റ്റർ മെഡിസിറ്റി ചെയ്ത് ഇത് ഒരിക്കലും എനിക്ക് ഇത് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ അത്രയും ബെസ്റ്റ് ഹോസ്പിറ്റലിലാണ് ഇതുള്ളത്. അവിടെ ഞാൻ മമ്മൂട്ടിയിൽ താമസിക്കുന്ന ഒരു റൂമുണ്ട്, പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിപ്പോയി. മനസ്സിലാവും? അവിടെ മമ്മൂട്ടിയെല്ലാം ചികിത്സക്ക് വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, പ്രസിഡൻഷ്യൽ സ്യൂട്ട്. അവിടെ എന്തോ ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ആവാൻ എത്രയോ ഭയങ്കര എമൗണ്ടാണ്. മനസ്സിലാവും? ആ റൂമിൽ ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ പണി പെട്ടെന്ന് ഇതൊന്ന് ഈ സ്റ്റോണൊന്ന് റിമൂവ് ചെയ്യാന്നുള്ള ഒറ്റ ഇതായിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞു. ഞാൻ ഞാൻ ഒരാഴ്ച റെസ്റ്റ് കിടക്കണമെന്നാ. ഓക്കെ, ഒരാഴ്ച ഞാൻ റെസ്റ്റ്. കുര്യൻ വന്നോ സ്ക്രീനിൽ? ഇല്ല, ആരുമില്ല. ഇന്ന് ഞാൻ ഒറ്റക്കാ. നിങ്ങൾ എല്ലാവരും മാറ്. കുര്യനെ കാണണോ? എടാ കുര്യ ഒന്ന് മുഖം കാണിച്ചിട്ട് പോയാൽ പെട്ടെന്ന്. ഇത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചറവറ ഇടല്ലേ. ഏതെങ്കിലും ഒരു കാര്യം മാത്രം എല്ലാവരും ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരാം. ഇത് കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് ഞാൻ കാണിച്ചു കഴിഞ്ഞോ? ഇത് മൊത്തം കൺഫ്യൂഷനാടാ. ഇതെല്ലാം എന്തെല്ലാം കാണിക്കണം, എന്തെല്ലാം പറയണം, എന്തൊക്കെ എനിക്ക് കാണിക്കാനുള്ളത്. ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചോ? ഇങ്ങനെല്ലാം എന്നെ ആക്കിയെടുത്തതല്ലടാ, ഇതിൻ്റെ ആവശ്യമായിരുന്നടാ. എല്ലാവരെയും രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഒരു പൊട്ടനെ പോലെ ജീവിച്ച എന്നെ ഒരു വില്ലനാക്കി മാറ്റിയില്ലടാ നീ എല്ലാം കൂടിയിട്ട്. അത് ഞാൻ പറയാലോ. ഇനി ഇതിൻ്റെ ഈ ലൈവ് തീരുമ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന കാര്യത്തിൽ അവർ മൊത്തത്തിൽ ഞാനൊരു വില്ലനാന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. കാരണം അവരുടെ ജീവിതം അത്രയും നശിക്കും. അവർ മരിക്കേണ്ടി വരും. മനസ്സിലാവും? അവർ മരിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇതായി കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാനങ്ങനെ നിങ്ങൾ വിചാരിച്ചു ഞാൻ വില്ലനാന്ന് വിചാരിക്കുന്ന വിചാരിച്ചു. എനിക്കറിയില്ല. എനിക്ക് എൻ്റെ നിരവധം തെളിയിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും എൻ്റെ മുന്നിലില്ല. ഓക്കെ, അതാണ്. അതും കൂടി ഒന്ന് കാണിക്കാം. ഹോസ്പിറ്റലിൻ്റെ ഇത് ഒന്നും മിസ്സാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം കാണിച്ച് പോകാൻ വിചാരിച്ചിട്ട്. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത വീഡിയോ. എൻ്റെ ബ്ലഡ്, എൻ്റെ യൂറിൻ ബാഗ് ഇത്. മനസ്സിലാവും? ചോരയാണ് ഞാൻ മൂത്രയിക്കുന്നത്. അത്രയും പെയിനിൽ ഞാൻ നിൽക്കുമ്പോൾ ഇവന്മാരപ്പുറത്ത് ബ്ലാക്ക് മെയിൽ നടക്കുന്നത്. മനസ്സിലാവും? നെഗോസിയേഷൻ, പൈസക്ക് നെഗോസിയേഷൻ. മനസ്സിലാവും? ഇതെൻ്റെ ആസ്റ്റർ ഐഡിയ. ഇത് അടിച്ചു നോക്കിയാലോ അല്ലെങ്കിൽ അവിടെ വിളിച്ച് ചോദിച്ചാലോ എല്ലാം അറിയാൻ പറ്റും. ഏതാ ഡേറ്റ് നടക്കാൻ അറിയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഇവരുടെ സ്ക്രിപ്റ്റാണ്. കൂടുതൽ വ്യൂ കിട്ടാൻ ഇപ്പോൾ ഇഷ്യൂ കാരണം കൂടുതൽ അറ്റൻഷൻ, കൂടുതൽ ലാഭം. അല്ലടാ, ഒരാളെ ജീവിതം നശിപ്പിച്ചിട്ട് എന്ത് സ്ക്രിപ്റ്റ്? ഇന്നലെ എൻ്റെ ജീവിതം നശിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ എന്നെ കള്ളനാക്കി ചെയ്തത്. മനസ്സിലാവും? ഇന്ന് ഞാൻ ഓൻ്റെ ഡ്രഗ്സ് ഇഷ്യൂവും ഇതും ഓൻ്റെ റിയൽ ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിലെങ്ങനെ സ്ക്രിപ്റ്റ് വരും? ഡ്രഗ് കേസ് വീഡിയോ. ഡ്രഗിൻ്റെ ഏതൊക്കെയുള്ള എല്ലാം ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൽ 3000-ൻ്റെ അപ്പുറത്ത് സാധനങ്ങളുണ്ട്. ഇതിൽ ഓരോന്ന് അവിടെയൊക്കെ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് ഇത് കുറേ കാണിക്കാൻ ബാക്കിയുണ്ടല്ലോ.
ഇതാണോ നോക്കട്ടെ, ഇതാണോ എനിക്കറിയില്ല, നോക്കട്ടെ പ്ലീസ്. സായിപ്പി ഇതിട്ടോ, അതിലും ഷമീറും എനിക്കിട്ടും വന്ന് പണിഞ്ഞതാ ഇൻസ്റ്റാ റിക്കവറി. അതെല്ലാം ഷമീറിൻ്റെ പണിയാമത്തെ. ഇതെല്ലാം അറിയാൻ വൈകിപ്പോയി, മനസ്സിലായോ? അറിയാൻ വൈകിപ്പോയി. ഇത് ബാക്കിലിരുന്ന് പണിയുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല, മനസ്സിലായോ? കുറേ നിങ്ങൾ ചില സാധനങ്ങൾ നിങ്ങൾ കേൾക്കണം. ഓക്കെ, ചില സാധനങ്ങൾ ഇതെന്താ ഇനി വരും തോന്നില്ല. കാരണം ഇത്രയും കാലം ഓനോട് വരാൻ പറഞ്ഞത് ആഡ്സൻസിലും പൊക്കിയത് അറിയില്ല. നീ അത് ഇന്നലെ പിരിഞ്ഞ് ആഡ്സെൻസ് പൊക്കിയ കേസ് ഞാൻ പറഞ്ഞുതരാം. ആഡ്സെൻസ് പൊക്കിയ കേസ് അതായത് ഇതിൻ്റെ എല്ലാം പ്രശ്നമായല്ലോ, അടിയായല്ലോ, ഇവിടെ എല്ലാവരും പിരിഞ്ഞല്ലോ. അതിന് ശേഷം ഞാൻ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചു. ഇവന്മാരുമായിട്ടുള്ള കോണ്ടാക്ട് എന്താ പറയുക, ഇവന്മാർ പോയത് 3 മാസം മുമ്പ്. ഡേറ്റ് ഏതാടാ? ഡേറ്റ് എന്തെങ്കിലും അറിയോ? അല്ല, ആദ്യം ഷമീർ പോയി. ഞാൻ പറഞ്ഞ ഇവരെ ഒരുമിച്ച് പോവല്ലേ ചെയ്തത്. ആദ്യം ഷമീർ പോയിട്ട് ഇവന്മാരെ വലിക്കരുത്. ഈ ഷമീർ പോയപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത്, ഷമീർ പോയി ഇവന്മാരെല്ലാം ഇവിടെ ഉണ്ട്, എൻ്റെ ആൾക്കാർ. ഇവരെല്ലാ ദിവസവും എൻ്റെ അടുത്ത് വന്ന് ചിരിച്ചും കളിച്ചും ഇരുന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ അത്രയും സ്നേഹം എൻ്റെ മുന്നിൽ കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കിട്ട് പണിയാടാ. ആ കോൾ റെക്കോർഡ്സ്, അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ എനിക്ക് അതിൽ നിന്ന് ഫയൽസ് എനിക്ക് കിട്ടിയില്ലായിരുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പോഴും അറിയില്ല. അന്ന് അതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ എന്നെ വിശന്ന് കൊന്നിട്ട് ഇവർ പോയിട്ടുണ്ടാവും, മനസ്സിലാവും. ഇവരിങ്ങനെ ഷമീറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഷമീർ അറിയാം ഓൻ ഉറങ്ങുമ്പോൾ ഓൻ്റെ ഇതെടുത്തോ. അത് കോൾ റെക്കോർഡിലില്ല, പക്ഷെ ഞാൻ ഉറങ്ങുമ്പോൾ ഇതെടുത്തത്. ഓക്കെ, ഞാൻ ഉറങ്ങുമ്പോൾ ഇതെടുത്തതെന്ന് ഉറപ്പുണ്ട്. അതിൻ്റെ ഒന്ന് റെക്കോർഡടാ. ഇതാണോ? മറ്റേ ഷമീറിൻ്റെത് ഓനിപ്പോൾ അറിയുന്നത്. നമ്മള് ഷമീറിന്റെ അക്കൗണ്ട് ആഡ്സൻസ് മാറ്റി നമ്മള്. അല്ല നമ്മളല്ല, അത് ഓൻ മാറ്റിയാന്ന് തോന്നുന്നു. എടാ അവിടെ ആരും ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇതാരുമായിട്ട് സംസാരിക്കുന്നോ? ജാസി ഇവിടെയുള്ള വേറൊരു എഡിറ്റർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അഖിലല്ല, വേറൊരു എഡിറ്ററിന് ആയിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ജാസി പറയുന്നത് കേൾക്കണം. പറയാൻ പറ്റില്ല, ചിലപ്പോ ഇതിലെ അക്കൗണ്ട് ഇപ്പം എടുത്ത് ആഡ്സൻസ് ഇവന്റേക്ക് മാറ്റി. അല്ല, ഷമീറിന്റെലേക്ക്. അത് സംഭവം നമ്മളെന്നെ മാറ്റിയത്. അപ്പൊ എനിക്കിതറിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു പിന്നെ ഇത് ആരാ ചെയ്തതെന്ന് അറിയില്ല, ബേക്കുന്ന ആരൊക്കെ പണിയാൻ നോക്കുന്നുണ്ട്, നിങ്ങളിലുണ്ടോ? ഞാൻ ഇങ്ങനെ പറയാം ഇവരോട്, ബേക്കുന്ന ആരോ പണിയാൻ നോക്കുന്നുണ്ട്, ഇതെങ്ങനെ നടന്നു? ഇവരിതൊന്നും ഞാൻ അറിയാണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഫോൺ എടുത്ത് ഇതെല്ലാം ചെയ്യുക. എന്നിട്ട് എൻ്റെ മുന്നിൽ ചോദിക്കുമ്പോൾ പാവം. ഇല്ല, അപ്പൊ എന്നെ കുറെ പറഞ്ഞു, നീ വലിയ ഇതാക്കണ്ട, എന്തായി കഴിഞ്ഞാൽ ഷമീർ കുറെ കാലായി, നീ ഞാൻ തോന്നിട്ടേ ഉള്ളൂ, പണിയാണെന്ന് വിചാരിച്ചാ പണിയാൻ പറഞ്ഞിട്ട്. ഡ്രഗിൻ്റെതല്ലടാ ഞാൻ കേൾപ്പിച്ചത്, മൊണ്ണകളെ. ഡ്രഗിൻ്റെ അല്ലേ ഞാൻ കേൾപ്പിച്ചത്. ഡ്രഗിൻ്റെ ഇനിയും എക്സ്ട്രാ ഉണ്ട് കുറേ. ഈ 3000 തപ്പിയെടുക്കണം, മനസ്സിലാവും. ഓരോന്നായിട്ട് എടുക്കണം, മനസ്സിലാവും. ഡ്രഗിൻ്റെ അല്ല ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തന്നത്. അതിലും എവിഡൻസ് വേണോ? തരാം. ഡ്രഗിൻ്റെ മോർ എവിഡൻസ്. ഷമീർ സിസ് മാരേജ്. എന്ത് സിസ് മാരേജറാ ഇത്? ഞാൻ ഒരു കാര്യം പറട്ടെ, ഓൻ്റെ പെങ്ങളെ കല്യാണം മുന്നിൽ നിന്ന് മൊത്തം ചെലവും നോക്കി ഞാൻ നടത്താന്ന് പറഞ്ഞതാ, മനസ്സിലാ? ഓൻ്റെ പെങ്ങളെ മൊത്തം നടത്താന്നല്ല, അതിൻ്റെ മൊത്തം ചെലവ് ഓൻ എന്തിടണം, ആ വീട്ടിൽ ഓൻ്റെ പെങ്ങളെ കല്യാണത്തിന് ഓൻ എത്ര പൈസ ഇടണോ അത് മൊത്തം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതാ. അത് മൊത്തം എൻ്റെ വകാന്ന് ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞതാ. ഇവൻ ഇമോഷണൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഇമോഷണൽ ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെറുതെ എൻ്റെ പെങ്ങളെ കല്യാണത്തിന് ചോദിച്ചപ്പോൾ തന്നില്ല എന്നൊക്കെ. എടാ, ആദ്യത്തെ ആ അക്കൗണ്ടിൻ്റെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കോളൂ പറഞ്ഞ മൊത്തം കളവാന്ന്. വാക് 777 എന്താ അതിൽ എന്നെ ഒരു വട്ടം മൂഞ്ചിട്ടുണ്ട്, ട്രിപ്പ് എല്ലാം പറഞ്ഞ് പിന്നെ ഞാൻ നോക്കുമ്പോൾ നോ റെസ്പോൺസ്, തന്നെ അൺഫോളോ അടിച്ചു പോയി. ലൈക്ക് എന്നോട് ഫണ്ട് മുമ്പ് എടുക്കണ്ട, പ്രൊമോഷൻ മതി എന്ന് പറഞ്ഞ് ഞാൻ ലൈവിലൊക്കെ പറഞ്ഞായിരുന്നു. ഇത് എനിക്കറിയില്ലടാ ഇതിൻ്റെ എല്ലാം ഇതെല്ലാം ഇനി എന്താ മുന്നോട്ടാ. ഞാൻ ഒരു കാര്യം പറട്ടെ, ഇവരെല്ലാം ഈ പേരും പറഞ്ഞാണ് കളിക്കുന്നത്, മനസ്സിലായോ? ഈ MRC എന്നുള്ള പേര്. ഞാൻ ഒരു കാര്യം പറയാം, ഇവരോട് ടാഗ് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവർ റിമൂവ് ചെയ്യൂല. ഓക്കെ, ടാഗ് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവർ റിമൂവ് ചെയ്യൂല. ഷമീറിൻ്റെ അക്കൗണ്ടാണോ അത്? ഷമീറിൻ്റെ അക്കൗണ്ടാണോ അത്? കൺവിൻസ്ഡ് ജിയോ ടു മാർ. ഒന്ന് ചെക്ക് ചെയ്താൽ ഷമീർ ഫേക്ക് അക്കൗണ്ടാണോ ഷമീറാണോ? പുതിയ സാധനം സെറ്റാക്കിയിട്ടുണ്ടാവും. പുതിയ സാധനം എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. ഇവൻ്റെ ഒന്നും മെസ്സേജ് വായിക്കാൻ പോലും താല്പര്യമില്ല. നാളെ എന്താ വെളുപ്പിക്കാന്ന്
കണ്ടറിയാം. ഓക്കെ, ഫിലിം ഷൂട്ട് എന്തായി? ഇത് അതിനു വേണ്ടിയുള്ള പ്രൊമോഷൻ അല്ലേ എന്നാ? എടാ ഇത്രയും ഡാർക്ക് സാധനങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് ഇത് എങ്ങനെയാടാ ഇനി ഇതെല്ലാം സ്ക്രിപ്റ്റാന്ന് പറയുക? ഇത്രയും പ്രൂഫ് ഞാൻ കാണിച്ചു തന്നു, ഇത് വീഡിയോ കാണിച്ചു തന്നു. ഇതെങ്ങനെയാണ് ഇതാന്ന് പറയാ? ഇത് സ്ക്രിപ്റ്റാന്ന് എങ്ങനെ പറയാ? എനിക്കറിയില്ല കേട്ടോ. ഇത് ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ പേരെന്നെ ഉണ്ടാക്കി വെച്ചത് ഇതിൽ ഞാനൊരു കാര്യം പറയില്ല, റെസിസ്റ്റൻസ് ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ പേരെന്നെ ഉണ്ടാക്കി വെച്ചത്. മനസ്സിലായി? ഇതിൽ ഞാൻ എല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ ഇപ്പോഴും 3000 വോയിസും കേട്ട് തീർന്നിട്ടില്ല. ഇതിപ്പോൾ ഇന്നലെ പെട്ടെന്ന് ഇവർ വീഡിയോ ഇട്ടുകൊണ്ട് ഇതിലിങ്ങനെ പെട്ടെന്ന് സോർട്ട് ചെയ്തെടുത്ത കുറച്ച് ഓഡിയോസ് മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. ഫുള്ള് കേട്ട് തീർക്കണം. ഓക്കെ, ഇതിൽ പെട്ടെന്ന് വരുന്ന സാധനങ്ങളാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. മനസ്സിലാവും? എൻ്റെ പേരിനായിട്ട് റെസിസ്റ്റൻസ് എന്നാണ്, അതായത് ചെറുത്ത് നിൽപ്പ്. ഇതെൻ്റെ ചെറുത്ത് നിൽപ്പാണ്. മനസ്സിലായി? ഇവരൊന്നും ഒരിക്കലും ഇവരെല്ലാം റിയൽ ഫേസ് ഇങ്ങനെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. മനസ്സിലാവും? ഇത് വേറെ വഴിയില്ല. മനസ്സിലാവും? അത് ഇത്രയും ഡാർക്ക് സാധനം ഞാൻ അവൻ്റെ മുഖം പൊളിഞ്ഞു വീണിട്ടും അവൻ വന്നിട്ട് കൺവിൻസ്ഡ് സീ യു ടുമാറോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവന് ഇതല്ല പ്രശ്നം. മനസ്സിലായി? ഇവന് പൈസ കിട്ടിയാൽ മതി, ഇവന് മാനം പോയാൽ കുഴപ്പമില്ല. ഇവൻ്റെ വീഡിയോ അല്ലടാ ഞാൻ ഇവിടെ ഇട്ടത്, എന്നിട്ട് അവൻ അങ്ങനെ വന്ന് ടൈപ്പ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയാൽ മാനം കുഴപ്പമില്ല അവനിക്ക്. മനസ്സിലായോ? അവൻ സ്വന്തം വീട്ടിൽ കൂട്ടി കൊടുത്തിട്ടാലും പൈസ ഉണ്ടാക്കാന്നല്ലാണ്ട് വേറെ അതിൻ്റെ അപ്പുറത്തൊന്നും ചിന്തിക്കൂല. മനസ്സിലായോ? അതിൻ്റെ അപ്പുറത്ത് ഷെയ്ക്കിന് വാച്ചിങ് കയറിയപ്പോൾ ഷെയ്ക്കിനോടായിരുന്നു ദേഷ്യം. മനസ്സിലായോ? കുറേ കാര്യങ്ങളുണ്ട് മുത്തേ, ഞാൻ കാര്യം പറയാലോ. MDMA ഇതാക്കുക നാളെ സീ യു ടുമാറോ എന്ന് പറഞ്ഞില്ലേ, നാളെ ഡ്രഗ് ടെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. ഓക്കെ, ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. എല്ലാ പരിപാടിയുണ്ട്. മനസ്സിലാ? എല്ലാ പരിപാടിയുണ്ട്. കല്ലടി, കഞ്ചാവടി, എല്ലാ പരിപാടിയുണ്ട്. മനസ്സിലാ? കെമിക്കൽസിൻ്റെ ഇവൻ്റെ ബ്ലഡിൽ നിന്ന് കെമിക്കൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയുന്ന പണി ചെയ്യും. ഓക്കെ, ഞാനും വരും, ഞാനും ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഞാനും ടെസ്റ്റ് ചെയ്യും. ഓൻ അതിന് സമ്മതിച്ചാൽ ഞാനും ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഓൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വന്ന് ടെസ്റ്റ് ചെയ്യും. പോരെ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഓൻ്റെ ബ്ലഡിൽ അതുണ്ടെന്ന് അത്രയും എനിക്ക് ഉറപ്പുണ്ട്. ഡ്രഗ് അഡിക്റ്റ്, ഇവൻ ഡ്രഗ് പെറ്റ്ലറായിരുന്നു. ഞാൻ ഉള്ള പോലെ ഞാൻ കാര്യങ്ങൾ ഞാൻ പറയാലോ. ഞാൻ ഒരു കാര്യം പറയാം, ഈ ലൈവ് കാണുന്ന ആരെങ്കിലും കണ്ണൂർ, പഴങ്ങാടി, മാട്ടൂല്, പാപ്പിൻശ്ശേരി ആ ഏരിയയിൽ, കണ്ണൂർ ആ ഒരു ഇവൻ്റെ ഏരിയ അറിയാലോ, ആ ഏരിയയിലുള്ള ആരെങ്കിലും മുന്നേ ഇവൻ്റെ നിന്ന് ഡ്രഗ് വാങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരും. ഓക്കെ, ഇവൻ ഡ്രഗ് സെയിൽ ചെയ്തതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം അവരിലുണ്ടാവും. മനസ്സിലാവും? ആരെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങളൊന്നും ഐഡൻറ്റിറ്റി ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നില്ല. പേഴ്സണലായിട്ട് ഇതിൻ്റെ തെളിവ് എനിക്ക് തരുവാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പൈസ എന്താണെന്ന് വെച്ചാൽ ഞാൻ തരും. ഇപ്പോൾ തപ്പി എനിക്ക് അങ്ങനെ ഒരാൾക്കാരോട് പോയി ചോദിക്കാൻ അല്ലെങ്കിൽ ഒരാൾക്കാരെ തപ്പിപ്പോകാൻ എനിക്ക് പറ്റില്ല. ഷമീർ ഡ്രഗ് സെല്ല് ചെയ്തിട്ടുള്ള ഡ്രഗ് വിറ്റിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. നിങ്ങൾ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാണ്ട് ഞാനത് ഇതായിക്കോളാം. ഓക്കെ, ചെക്ക് PC യിലുള്ള വീഡിയോ സേഫ് ആക്കിക്കോ. ആരെങ്കിലും PC യിൽ നിന്ന് ക്ലിയർ ആക്കുന്നതിന് മുന്നേ ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താ അറിയോ? ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡാർക്കസ്റ്റ് ആയിട്ട് എനിക്ക് ലോകത്ത് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എൻ്റെ മാനസികാവസ്ഥ ഇത് കഴിഞ്ഞിട്ട് തന്നെ അടുത്ത പ്രൂഫുകളിലേക്ക് പോവാം. ഇഷ്ടംപോലെ സാധനം വരാണ്ട് എൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. അന്ന് ഈ സംഭവം എനിക്ക് ഇവർ ചതിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഇവരെ ഫോൺ റെക്കോർഡിൽ നിന്ന് സാധനങ്ങൾ കിട്ടി. ഞാനതിനെ കൊല്ലണ്ടേ, ഞാനെ തീർക്കണ്ടേ, അവൻ്റെ പത്തിക്കടിച്ച് വീഴ്ത്തണ്ടേ, അവൻ്റെ ഇൻസ്റ്റ അടിച്ച് കളയണ്ടേ, ഇങ്ങനത്തെ സാധനങ്ങളാണ് മൊത്തം ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും പ്രൂഫില്ലാത്തില്ല കേട്ടോ. ഇങ്ങനെ പറയുന്ന സാധനങ്ങൾ കേട്ട് ഇവരെ ഞാൻ പിടിച്ചു. ഇവന്മാരെല്ലാം ഒഴിവാക്കി. ഓക്കെ, അതിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ ഞാൻ എങ്ങനെ ജീവിച്ചതെന്നറിയോ? അതായത് എനിക്ക് ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ട്രസ്റ്റ് ചെയ്ത എൻ്റെ വീട്ടുകാരെക്കാളും ഞാൻ സ്നേഹിച്ച് അത്രയും ട്രസ്റ്റായിട്ട് നിന്ന ആൾക്കാർ എന്നെ കൊല്ലാൻ നിന്നെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ സിനിമ ഷൂട്ടിങ്ങിന് പോയ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പോയ എൻ്റെ ബൂം ബാങ്ക് സിനിമേൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷന് 160 ആൾക്കാരോ 200-ൻ്റെ അടുത്ത് 160-170 ആൾക്കാരുണ്ട്. മൊത്തം ക്രൂ, ആക്ടേഴ്സ്. ആരോട് വേണമെങ്കിൽ ചോദിച്ചോ ഞാൻ സാധാരണ ഉള്ള പോലെ അല്ലാതെ ഉണ്ടായത്. ഞാൻ അവിടെ മൊത്തം എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലാവും? എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല മര്യാദയ്ക്ക്. പക്ഷെ എൻ്റെ മാക്സിമം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആരുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിങ്ങനെ പേടി വരിക. ഇവൻ ചതിക്കോ, ഇവനാണോ ചതിയാൻ, ഇവൻ എന്നെ ഇതാക്കി, ഇവനെ ഒമ്പിക്കും, ഇവൻ എന്നെന്തോ പണിയുന്നുണ്ട്, ഇവൻ എന്നെ കൊല്ലും, ഇവനക്ക് വിഷം തരും. ഇങ്ങനെ ഞാൻ ജീവിക്കും. നിങ്ങൾ എൻ്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കടാ. 3 മാസം
ഷെയ്ക്ക് എന്താ ഇട്ടത്? ഷെയ്ക്ക് എന്താ ഇതിട്ടത്? ബാധിക്കപ്പെട്ടതിൽ ഞാൻ മെയിൻ ഒരുത്തൻ, വ്യൂസ് അവൻ്റെ എന്ന് മൂഞ്ചിയെന്ന്. ഈ വ്യൂസ് എല്ലാം നിഹാദിന്റെ അടുത്ത് നിന്നാണ് എന്ന് മനസ്സിലാക്കിയില്ല. ഗ്രീഡാടാ, ഗ്രീഡ്. ഞാനൊരു കാര്യം പറയട്ടെ, ഗ്രീഡ് ഏതും മനുഷ്യനെയും ഇങ്ങനെ ആക്കിയെടുക്കും. ഞാനൊരു കാര്യം പറയല. ഗ്രീഡ് സ്പോർട്സ് പോലെ ഗ്രീഡ് വരുന്നത് നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷെ ഇമോഷണലി ഗ്രീഡ് വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര സീന പോലെ. നമുക്കെല്ലാം ഒരു സ്പോർട്സ് മോഡിൽ എനിക്കെല്ലാം ഗ്രീഡ് വന്നിട്ട് ഉണ്ടാക്കണം, വെട്ടിപ്പിടിക്കണം, മനസ്സിലാവും. പണ്ട് കെട്ടിയിട്ട് നടത്തിച്ചെടുത്തുനിന്ന് രാജാവായി നടക്കണം എന്നുള്ള സ്പോർട്സ് സാധനം ഉണ്ടല്ലോ, മനസ്സിലാവും. ആ ഒരു സ്പോർട്സ്മാൻ ഗ്രീഡ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൂടുള്ളവനെ കൊന്നിട്ടുണ്ടാക്കാന്നുള്ള യു ലവ് ഹനാൻഷ റൈറ്റ് സി യു ടുമാറോ, യു ലവ് ഹനാൻഷ റൈറ്റ് സി യു ടുമാറോ എന്നാ. അതെന്താന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. ഓ, ഹനാൻഷാനെ ഞാൻ എന്തെങ്കിലും പറയുന്നതോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഹനാൻഷയായിട്ട് ഈ ഇടയ്ക്കൊരു സീൻ ഉണ്ടായിന്, അതിൻ്റെതായിരിക്കും. അത് പബ്ലിക് നീ ആക്കടാ, നിനക്ക് ഇഷ്ടമുള്ളത് പബ്ലിക് ആക്ക്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറ്റേ, എൻ്റെ എന്ത് സാധനം ഇവൻ പുറത്തു വിട്ടാലും ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം, ഞാൻ എൻ്റെ എന്ത് സാധനം പുറത്തു വിട്ടാലും ഇവൻ ഇപ്പം ചെയ്തതിന് ഇങ്ങനത്തെ ഈ തീട്ട കേസില്ല, ഒരു പ്രൂഫും ഇല്ലാണ്ട് എനിക്ക് ഇതാക്കിയില്ല, ഷഡ്ഡി കഴിപ്പിച്ചു, ഇങ്ങനത്തെ സാധനങ്ങളല്ലാണ്ട് ഒരു സാധനം, ഒരു ബ്ലാക്ക് മാർക്ക് എൻ്റെ മേത്തേക്ക് വീഴൂല മുത്തേ. അത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം. ഒരു ബ്ലാക്ക് മാർക്ക് എൻ്റെ മുഖത്തേക്ക് വീഴൂല, അത് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, ഇത് അനാൻഷായിട്ടുള്ള ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിന്, അതിൻ്റെ അത് പുറത്ത് വിടാനായിരിക്കും. അത് വിട്ടോ, വാട്ടെവർ. ഇതൊന്നും മോനെ ഇതിൻ്റെ അത്ര സീനല്ല, മനസ്സിലാ. ഡ്രഗ്സ് ഉപയോഗിച്ച് പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്ത് പിള്ളേരെ സെക്ച്വലി അബ്യൂസ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിലുള്ള, അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പുറത്തു വിടട്ടാ, ഫുൾ വീഡിയോ ഞാൻ പുറത്തു വിടട്ടെ. മുഖം ബ്ലർ ഒഴിവാക്കി ഞാൻ പുറത്തു വിടും, മനസ്സിലാ. അതിൽ ലാസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് അറിയാലോ. ആ ഓക്കെ, അതും എന്നിട്ട് ബ്ലാക്ക് മെയിൽ, സ്വന്തം കൂടെ നിന്നവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇത്രയും വളർത്തി വലുതാക്കിയവൻ്റെ വിഷം തന്ന് കൊല്ലാൻ നോക്കിയാൽ നിന്റെ അത്ര ഒന്നും ഇല്ലടാ, മനസ്സിലാ. നിന്റെ അത്ര ഒന്നും എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. എങ്ങനെ പോയാലും ദേഷ്യം വന്നാൽ ചിലപ്പോൾ ഈകളെ കുറിച്ച് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയും, ഈകളെന്നെ കുറിച്ച് അപരാധം പറഞ്ഞപ്പോൾ ഞാൻ ഈകളെ കുറിച്ച് പറഞ്ഞത്, ഇവന്മാർ ഫുൾ ടൈം ഇല്ല എൻ്റെ ബാക്കിൽ അടിയിടൊക്കെ ക്യാമറയും ഇത് വോയിസും ഓണാക്കിയിട്ട് എന്നോട് ചിരിച്ചും കളിച്ച് നമ്മൾ ഈ ലൈവെല്ലാം കഴിയുമ്പോണ്ടല്ലോ, ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ അവിടെ ഇവിടെയല്ലോ എടി ഇവൻ പറഞ്ഞൊരു കാര്യം അറിയുമോ, എൻ്റെ ഗേൾ ഫ്രണ്ട് ഇവിടെ വരലുണ്ട്, ഇവൻ എന്നോട് ബ്ലാക്ക് മെയിൽ, അത് ഉള്ളതാന്ന് എനിക്കറിയില്ല. ബ്ലാക്ക് മെയിൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ഇവൻ്റെ കയ്യിലുണ്ടെന്നാ, മനസ്സിലാ. ഇതിൽ തപ്പിയൊക്കെ ഒരു വീഡിയോ കിട്ടി, ഒരു വീഡിയോ അങ്ങനത്തെ അല്ല, നമ്മളെ പ്രൈവറ്റ് വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയത്. പക്ഷെ പ്രൈവറ്റ് വീഡിയോ അല്ല, നമ്മളെ റൂമിൻ്റെ ഉള്ളിലുള്ളപ്പോൾ ഇവൻ പുറത്തിങ്ങനെ ക്യാമറ വെച്ചിട്ട്, എന്താ ക്യാമറയിൽ ഓഡിയോ മാത്രം, നമ്മൾ രണ്ടാളും സംസാരിക്കുന്നത്, ഞാനും ഓളും സംസാരിക്കുന്ന ഓഡിയോ ഇതിൽ, മനസ്സിലായോ. അല്ല ഇവൻ പറയും ഇവന്റെ മൈൻഡ് എത്ര ഡാർക്കാന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനസ്സിലായോ. ഒരുത്തന്റെ കടപ്പറ അല്ലെങ്കിൽ ഒരുത്തന്റെ പ്രൈവറ്റ് മൊമെന്റ്സ് ഇതാക്കും പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പേടിയാ. ഇതിന് വല്ല ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ട്, ഈ വീടൊരു പ്രേതാലയം പോലെ ആയടാ, മനസ്സിലായോ. ഇവര് അത്രയും ഡാർക്ക് തന്ന് പോയതിനു ശേഷം ഞാൻ ഈ വീട്ടിലില്ലേ ഒരു ഹൊറർ സിനിമ പോലെ എനിക്കിങ്ങനെ ഇതാണ്. ഇവന്മാരെല്ലാ ദിവസവും കൂടിയിരിക്കുന്ന ഒരു സ്ഥലമെല്ലാം ഉണ്ട് മുകളിൽ ബാൽക്കണിയിൽ. ഞാൻ ഇങ്ങനെ ആടെല്ലാം പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഡാർക്ക് അടിയും. കാരണം എന്നോട് ചിരിച്ചും കളിച്ചും നിന്ന ആൾക്കാർ ഞാൻ താഴെ റൂമിൽ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകുമ്പോൾ എന്നെ കൊല്ലാനുള്ള പ്ലാൻ ഇടുന്ന സ്ഥലമാണത്. ആ സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് ഇങ്ങനെ ഡാർക്ക് അടിക്കും, മനസ്സിലായോ. വീഡിയോ എന്ത് വീഡിയോ വേണ്ടത് അത് ബ്ലറാക്കാത്തിടണോ? അല്ലല്ല, അത് ഓൻ പറയട്ടെ. ഓൻ എന്തായാലും നാളെ വന്നിട്ട് പറയാം ആ വീഡിയോ ഞാനല്ല, അതിൽ മമ്മൂനെ സെക്സ്വലി അബ്യൂസ് ചെയ്യുന്നത് ഞാനല്ല എന്ന് ഓൻ പറയും. അപ്പം ഞാൻ മുഖം കാണിച്ചിട്ടുള്ള ബ്ലറാക്കാത്തത് ഇട്ടോളാം. ഓക്കെ.